السلام عليكم ورحمة الله وبركاته. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി തുടങ്ങിക്കോളൂ ടീച്ചറെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വഹുദൻ വറഹ്മത്തൻ ലിൽ മുഹ്സിനീൻ വമൻ ബിഹിസാനിൻ ഇലാ യൗമിദ്ദീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن الله اشترى من المؤمنين أنفسهم وأموالهم بأن لهم الجنة وأهدا عليه حقا في التوراة والإنجيل والقرآن ومن أوفى بأهده من الله فاستبشروا ببيعكم الذي بايعتم به وذلك هو الفوز العظيم. صدق الله العظيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരവ് നിറഞ്ഞ ഈമാനുള്ള മുഅ്മിനാത്തുകളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നി ഉഹിബ്ബുക്കും ഫീ സബീലില്ലാഹ്. നിങ്ങളോടുള്ള ഇഷ്ടം അറിയിക്കുന്നു. അള്ളാഹുവിന്റെ പേരിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളെ എല്ലാവരുടെ ഹൃദയം നിറയെ സ്നേഹിക്കുന്നു. അള്ളാഹു നമ്മുടെ ഇഷ്ടത്തെ കരുണയോടുകൂടി സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പോലെ നമ്മൾ നാടിന്റെ വ്യത്യസ്ത ഭാഗത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ ഒന്നിച്ചിരിക്കുന്ന നല്ല ഒരു നിമിഷമാണ്. ഇതിനിടയ്ക്ക് നമ്മളോടൊപ്പം എല്ലാ ഭാഗത്തും റഹ്മത്തിന്റെ മലക്കുകളുമുണ്ട്. അത് തിരിച്ചറിയുന്ന ആളുകൾക്ക് മാനസികമായ നല്ലൊരു സന്തോഷം ഉണ്ടാകും. അള്ളാഹു നമ്മളെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടി ഇരിക്കുന്നത് കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കി കൃത്യമായി ദീനനുസരിച്ച് ജീവിച്ചാൽ നമുക്കെന്ത് കിട്ടുമെന്ന് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. മെച്ചപ്പെട്ട ഇഹലോക ജീവിതമാണ് കരാർ തെറ്റിക്കാത്ത, വാഗ്ദാനം ലംഘിക്കാത്ത അള്ളാഹു വഅദ ചെയ്യുന്നത്, നമ്മളോട് പ്രോമിസ് ചെയ്യുന്നത്. മെച്ചപ്പെട്ട ഇഹലോക ജീവിതവും ഉത്തമമായ പരലോക ജീവിതവും ലഭിക്കുമെന്നുള്ളതാണ്. അള്ളാഹു അത്തരക്കാരും നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഈ ലോകവും അതിലെ സകല അനുഗ്രഹങ്ങളും നശിച്ചു പോകും, തീർന്നു പോകും. നമ്മുടെ എല്ലാം അവസാനിച്ച് ഒരു ദിവസം പോകേണ്ടവരാണ് നമ്മളെല്ലാവരും. ജനിച്ചവരെല്ലാം മരിക്കുക തന്നെ ചെയ്യും. കുട്ടികൾക്കും യുവാക്കൾക്കും വൃദ്ധർക്കും മരണം സംഭവിക്കും. നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്, ദിനവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ അന്ത്യനിമിഷം എപ്പോഴായിരിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല, അല്ലേ? രാജാവിനും പ്രജയ്ക്കും, പണ്ഡിതനും പാമരനും, ശക്തനും ദുർബലനും, ഇവരൊക്കെ എല്ലാവരും മരണത്തിന് മുമ്പിൽ നിസ്സഹായരാണ്. ഖബറിലെ ഇരുട്ടും ഏകാന്തതയും എല്ലാവർക്കും അനുഭവിക്കേണ്ടി വരും. നന്നായി ജീവിച്ചാലും മോശമായി ജീവിച്ചാലും അള്ളാഹു അത് കാര്യമാക്കുകയില്ല എന്ന് ആരും ധരിച്ചു കളയരുത്. കാരണം ഈ ലോകവും ഈ ജീവിതവും അള്ളാഹു അലക്ഷ്യമായി, വെറുതെ ലക്ഷ്യമില്ലാതെ സൃഷ്ടിച്ചതല്ല എന്ന് ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി. നന്നായി ജീവിച്ചാലും
വല്ലാണ്ട് കാര്യം മോശമായി ജീവിച്ചാൽ എല്ലാം ഒരുപോലെയാണെന്ന് ആരും ധരിച്ചു പോകരുത്. നന്നായി ജീവിച്ച് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരീക്ഷണം, അസാപത്ത്, മുസീബത്ത്, കഷ്ടപ്പാട് വരുമ്പോ എന്റെ ഇബാദത്തിനൊന്നും പ്രതിഫലമില്ലേ എന്നും ആരും കരുതി പോകരുത്. കാരണം ഈ ലോകവും ഈ ജീവിതവും അള്ളാഹു വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് ചിന്തിക്കുന്ന മുഅ്മിനീങ്ങളോട് ആവർത്തിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ഓരോ വാക്കും ഓരോ ചിന്തയും ഓരോ പ്രവൃത്തിയും അള്ളാഹു വിലയിരുത്തുക തന്നെ ചെയ്യും, വിലയിരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന് കൃത്യമായ പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. സത്യവിശ്വാസവും സൽക്കർമ്മവും, ഈമാനും മുഅ്മിനാകണം, അമലും ഉണ്ടാകണം. സൽക്കർമ്മവും സത്യവിശ്വാസവും അല്ലാത്തതൊന്നും തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് സാമീപ്യം നേടിത്തരികയുമില്ല. അള്ളാഹു ദയാലുവും കാരുണ്യവാനുമാണ് എന്നതുപോലെ തന്നെ അള്ളാഹു നീതിമാനുമാണ്. പരലോകത്ത് അവന്റെ കാരുണ്യം പ്രകടമാകുന്നത് പോലെ അവന്റെ നീതിയും പ്രകടമാകും. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പോലെ തന്നെ അവന്റെ ശിക്ഷയും പരലോകത്ത് ശാശ്വതമായിരിക്കും. അനുഗ്രഹങ്ങൾ ശാശ്വതമാണ്, അതുപോലെ തന്നെ ദയാലുവായ അള്ളാഹുവിന്റെ, നീതിമാനായ അള്ളാഹുവിന്റെ ശിക്ഷയും പരലോകത്ത് ശാശ്വതമായിരിക്കും. അതുകൊണ്ട് പരലോകത്തെ അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുകയും ആകുന്നത് പോലൊക്കെ പരിശ്രമിക്കുകയും കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുകയും അള്ളാഹു നമുക്ക് എന്താണോ നൽകിയിട്ടുള്ളത് ഈ ദുനിയാവിൽ, എന്തനുഗ്രഹമാണോ കരുണക്കടലായ റബ്ബ് നമുക്ക് നൽകിയിരിക്കുന്നത്, അത് ഉപയോഗിച്ചുകൊണ്ട് അവന്റെ അനുഗ്രഹ കൂമ്പാരങ്ങൾ, ഒരു മനുഷ്യന്റെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് എന്തെന്തെല്ലാം വേണമോ സഹോദരിമാരെ, അതിന്റെ 100 മടങ്ങല്ല, കോടി മടങ്ങ് അള്ളാഹു തയ്യാറ് ചെയ്ത് വെച്ചുകൊണ്ട് മാടി മാടി വിളിക്കുന്ന അള്ളാഹുവിനെ മറന്നുകൊണ്ട് നമ്മൾ ജീവിച്ചു കളയരുത്. നമ്മുടെ മക്കളും നമ്മുടെ ഭർത്താവും നമ്മുടെ വീട്ടിലെ മറ്റ് സുഖ സൗകര്യങ്ങളും അതിൽ നിന്ന് നമ്മളെ തെറ്റിച്ച് കളയരുത്. ഒരു നന്മയും നിസാരമായി കളയരുത് നമ്മൾ. ഒരു നന്മയും, അതായത് മീൻ മുറിച്ചു കൊണ്ടിരിക്കുമ്പോ ആ മീനിന്റെ വേസ്റ്റ് അത് നമുക്ക് വേണമെങ്കിൽ കൊണ്ട് നമ്മുടെ തെങ്ങിന് വളമായിട്ടിടാം. പക്ഷെ 3-4 മക്കൾക്ക് പാലൂട്ടിക്കൊണ്ട് വരുന്ന പൂച്ചയ്ക്ക് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട്, പടച്ചവനെ, എന്റെ മോള് പ്രസവിക്കാൻ നിൽക്കുന്ന പ്രസവിച്ച മോൾക്ക് പാലുണ്ടാകാൻ ഞാൻ എന്തെല്ലാം ഉണ്ടാക്കി കൊടുക്കും, ഈ പാവം ജീവിക്ക് റബ്ബേ, ഇതിന് പ്രയോജനമാകണേ എന്നുള്ള നിയത്തോടിന്റെ വിശപ്പടക്കാൻ പാലുണ്ടാകാൻ നിയത്തിൽ കൊടുത്താലും ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഈസാന്റെ അടുത്ത് ചെല്ലുമ്പോൾ അതിനും അള്ളാഹു വലിയ പ്രതിഫലം നമുക്ക് തിരിച്ചു തരും. അപ്പോൾ ഒരു നന്മയും നമ്മൾ നിസ്സാരമായി കാണരുത്, ഒരു തിന്മയും നമ്മൾ ചെറുതായി മനസ്സിലാക്കരുത്. അത് ചെറുതല്ലേ, കുഴപ്പമില്ല. വഹും യഹ്സബൂന ഹയ്യിന വഹുവ ഇൻദല്ലാഹി അലീം. നിങ്ങൾ അത് ചെറുതാണെന്ന് കരുതും, ആ തിന്മ ചെറുതാണെന്ന് കരുതും. പക്ഷെ വഹുവ ഇൻദല്ലാഹി അലീം, അത് അള്ളാന്റെ അടുക്കൽ അത് അലീമാണ്. അത് ചിലപ്പം ഭയങ്കരമായ ഗുരുതരമായ പാപമായേക്കാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആയതിനാൽ ഞാൻ എൻ്റെ അടുത്ത് തന്നെ പറയുക, എൻ്റെ ആഗ്രഹമാണ് പറയുന്നത്, എല്ലാം തികഞ്ഞിട്ടൊന്നും ഞാൻ പറയുന്നതല്ല കേട്ടോ പൊന്നു സഹോദരിമാരെ. നമുക്കെല്ലാവർക്കും പരലോകത്തെ ആഗ്രഹിക്കുകയും, അള്ളാഹുവിന്റെ ഖുർആന്റെ വാക്യമാണ്, സൂറത്ത് റൂമിലാണ്, പരലോകത്തെ ആഗ്രഹിക്കുകയും സത്യവിശ്വാസി ആയിക്കൊണ്ട് അതിനു വേണ്ടി പ്രയത്നിക്കുകയും കാര്യമായി പരിശ്രമിക്കുകയും ചെയ്തവരാരോ അത്തരം ആളുകളുടെ പരിശ്രമങ്ങൾ അഭിനന്ദനീയമാണ്. അള്ളാഹ് പറയുകയാണ്, മംഗളാശംസകൾ നേരുന്നു, കൺഗ്രാജുലേഷൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, വിജയിച്ചോടി വരുന്ന മുത്തമ്മ എനിക്ക് എല്ലാത്തിനും A+ കിട്ടി, അല്ലെ മുത്തമ്മ എനിക്ക് MBBS മെറിറ്റിൽ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിഷയത്തില്ലേ, അതേ ഒരു അതിന്റെ എത്രയോ സന്തോഷത്തോടു കൂടി അള്ളാഹു പറയുകയാണ്, എന്റെ പരലോകത്തെ ഞാൻ തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്ന പരലോകത്തെ ആഗ്രഹിക്കുകയും, അതായത് ഈ ദുനിയാവിൽ നിന്നുകൊണ്ട് കാണാത്തൊരു പരലോകം, അല്ലെ, ഈ മതിമറന്ന ദുനിയാവ്, പളപളപ്പുള്ള തിരക്ക് പിടിച്ച എങ്ങും അധാർമികത വല്ലാത്തൊരു ദുനിയാവിൽ നിന്നുകൊണ്ട് കാര്യമായി പരലോകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, മുഅ്മിനായിക്കൊണ്ട്, മുഅ്മിനത്തായിക്കൊണ്ട്, സത്യവിശ്വാസിനി ആയിക്കൊണ്ട് അതിനു വേണ്ടി കാര്യമായി പരിശ്രമിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തവരാരോ അത്തരം ആളുകളുടെ പരിശ്രമങ്ങൾ അള്ളാഹു പറയുകയാണ് വളരെ അഭിനന്ദനീയമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുന്നവരാകണം. എന്ത് ചെയ്താലും ആഖിറത്തിന് സത്യം ചെറിയ ആവട്ടെ,
ചിലര് വിഷമിച്ച് നമ്മുടെ വീടിന്റെ വാതിക്കെ വരുമ്പോൾ വർത്തമാനം കൊണ്ടായിരിക്കും നമ്മൾ അവരെ ആശ്വസിപ്പിക്കുന്നത്. സാരമില്ല കേട്ടോ, ആത്മാർത്ഥമായിട്ട് അവരെ ആശ്വസിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന ചെറിയ ഉപകാരങ്ങൾ ചെയ്ത് അവർ പോയി കഴിഞ്ഞതിന് ശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥന ഇതെല്ലാം ഒരു പ്രതീക്ഷ അള്ളാഹ് പരലോകത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് ചെയ്താൽ വലിയ പ്രതിഫലമാണ്. അത് അള്ളാഹുൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുന്നവരാകാൻ നമുക്ക് എല്ലാവർക്കും ഭയത്തോടും ആഗ്രഹത്തോടും കൂടി അവനെ വിളിച്ച് നമുക്ക് ദുആ ചെയ്യാം. ഭയത്തോടുകൂടി, പ്രതീക്ഷയോടുകൂടി, ആഗ്രഹത്തോടുകൂടി അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ദുആയ്ക്ക് ഉത്തരം കിട്ടും. നമ്മൾ അത്ഭുതപ്പെടുന്ന ഉത്തരം കിട്ടും. ഞാൻ ഇന്ന് രാവിലെ ഹസീന ടീച്ചറിനെ ഒന്ന് വിളിച്ചപ്പോ നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവം, സംഭവമല്ല, യാഥാർത്ഥ്യം, ഞാൻ കണ്ണുകൊണ്ട് കണ്ട അനുഭവിച്ചൊരു യാഥാർത്ഥ്യം പറഞ്ഞപ്പോ ഹസീന ടീച്ചർ പറഞ്ഞ് ഇത് ക്ലാസ്സിലും കൂടെ ഒന്ന് പറയണം. എന്താണെന്നറിയോ, ആഗ്രഹത്തോടു കൂടിയും പ്രതീക്ഷയോടുകൂടിയും അള്ളാഹുവിനുള്ള ഭയത്തിന്റെ പേരിൽ ജീവിച്ച ആ പ്രതീക്ഷ, ആഗ്രഹം, അതുപോലെ തന്നെ അള്ളാഹുവിനുള്ള സ്നേഹത്തോടുകൂടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എല്ലാവരും ഓരോരുത്തർ ഹജ്ജിനൊക്കെ അനുവദിച്ച് കിട്ടി എന്നൊക്കെ പറയുന്നില്ലേ, ഹജ്ജിന് കിട്ടി, പേപ്പർ കിട്ടി എന്നൊക്കെ പറയുന്നത്. അപ്പോ ഹജ്ജിന് പോകാൻ പൈസ ഇല്ലാത്ത ആളുകളോ, നമുക്കൊന്നും പോകാൻ പറ്റത്തില്ലോ, നമുക്കൊരു ഉംറയെങ്കിലും, സത്യത്തിൽ നമ്മൾ ഏറ്റവും ടോപ്പായ കാര്യങ്ങൾ തന്നെയാണ് ആഗ്രഹിക്കേണ്ടത്. എന്റെ ഒരു ചെറുതിലെ, ഞാനൊരു 20-22 വയസ്സൊക്കെ ഉള്ള സമയത്ത് എൻ്റെ ഒരു അയൽവാസി, ഒരു റംലാത്ത എന്നാണ് പേര്, ഭർത്താവിന്റെ പേര് കോയാക്ക എന്നാണ് പേര്. അവർ എന്നോട് പറയും, മോളെ അവർക്ക് സ്വന്തമായിട്ട് വീടില്ല, അനിയത്തിന്റെ വീടിന്റെ ഒരു വരാന്ത, ഒരു ചാർപ്പിനകത്താണ് അവർ കിടക്കണത്. പിന്നെ അവർ ഒരു ചെറിയൊരു മാടക്കട, ഒരു ഓലപ്പുര പോലത്തെ ഒരു മാടക്കടയ്ക്കകത്ത് ഈ ലവലോലിക്കായും അതുപോലെ കർമൂസാക്ക് ഉപ്പിലിട്ട് വിൽക്കുന്ന ജോലിയാ ഭർത്താവിന്. ഒരു ദിവസം പണിയെടുക്കുക ഒരു 10-100 രൂപ കിട്ടുന്ന ചില്ലറ ജോലി. ഒരു അനിയത്തിയുടെ വീട്ടിലതാ, മക്കളില്ല. അവരൊരു വീട്ടില് ഒരു പ്രൊഫസർ, 2 ഭാര്യയും ഭർത്താവും പ്രൊഫസറായ ഒരാളുടെ വീട്ടിലെ സെർവന്റ് ആണ് ഈ റംലാത്ത. അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടൊക്കെ അവർ ജീവിച്ചു പോകുന്നു. എന്നെ കാണുമ്പോഴൊക്കെ, ഞാൻ എൻ്റെ ഇർഫാമോൻ ചെറിയ കുട്ടിയാണ്, അവിടെ ഞാൻ പോകുമ്പോഴത്തേക്ക് ഈ പ്രൊഫസറുടെ വീട്ടിൽ ഞാൻ പോകും. അവിടെ ചെല്ലുമ്പോ പറയും, മോളെ ഷാക്കിറ, ഞാൻ അന്ന് ചെറിയ കുട്ടിയാണ്, ഞാൻ അറിയുന്ന കാര്യങ്ങൾ ഞാൻ ആളുകളെ കൂട്ടി ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ക്ലാസ് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് പറയും, മോളെ എൻ്റെ ഒരു ആഗ്രഹം ഭയങ്കരമാണ്, സ്വന്തമായിട്ട് വീടില്ല, 1 ഗ്രാം സ്വർണം എനിക്കില്ല, ഒരു 5000 ഉറുപ്പ്യ ജീവിതത്തിൽ ഞാൻ കയ്യിൽ പിടിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് ഹജ്ജിന് പോകാൻ എന്ത് കൊതി മോളെ, ഞാൻ എന്ത് ചെയ്യും, എൻ്റെ അടുത്ത് ചോദിക്കുന്നേ. അപ്പൊ ഞാൻ പറയും, ഇത്ത പ്രതീക്ഷയോടുകൂടി, ഇതേ ആഗ്രഹത്തോടുകൂടി, അള്ളാഹുവിൽ വമ്പിച്ച പ്രതീക്ഷ വെച്ചുകൊണ്ട് ഇത്ത ദുആ ചെയ്യും എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ പറയുമ്പോ എൻ്റെ ഇർഫാൻ മോന് 2 വയസ്സൊക്കെയാണ്, നിങ്ങൾ ഓർത്തുകൊള്ളണം. ഇവരെപ്പോ കണ്ടാലും ഈ ഒരു ആഗ്രഹമേ പറയത്തുള്ളൂ. അങ്ങനെ എനിക്ക് കുറെ നാളായി ഇപ്പൊ എൻ്റെ ഇർഫാൻ മോന്റെ കല്യാണമാണ് കഴിഞ്ഞ മാസം നടന്നത്. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ പ്രൊഫസറുടെ വീട്ടില് ഈ പ്രൊഫസർ പഠിപ്പിച്ച ഒരാള് തൃഷ്ണാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വന്ന് ഇയാളെ കാണാൻ വേണ്ടി അവർ തമ്മിൽ ഹിന്ദിയാ സംസാരിക്കുന്നത്. ഈ വീട്ടില് സെർവന്റായിട്ട് നിൽക്കുന്നതിന്റെ പേരിൽ റംലാത്ത കുറെ ഹിന്ദിയൊക്കെ പറഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാകും, തിരിച്ചു പറയാൻ അറിയത്തില്ല, എന്ത് ഹിന്ദി പറഞ്ഞാലും മനസ്സിലാകും ഇവരുടെ കൂടെ സഹവസിച്ചിട്ടുള്ളത് കൊണ്ട്. അപ്പൊ ഈ വന്ന ആള് പറയുകയാണ്, സാർ എന്നെ പഠിപ്പിച്ച് എന്റെ ഫീസൊക്കെ അടച്ചത് കൊണ്ടാണ് ഞാൻ പഠിച്ച് ജോലിയായതും ഇപ്പൊ ഞാൻ വലിയൊരു ഷിപ്പിംഗ് കമ്പനിയുടെ മുതലാളിയാണ്. ഷിപ്പിന്റെ പിന്നെ സ്പെയർ പാർട്സ് ഒക്കെ ഉണ്ടാക്കുന്ന സ്വന്തം കമ്പനി അയാൾക്കുണ്ട്, ഒരുപാട് ഉദ്യോഗസ്ഥരും ഒക്കെ അയാൾക്കുണ്ട്. അപ്പൊ അയാൾ സങ്കടത്തോടെ പറയാണ്, എന്റെ ചെറുപ്പത്തിൽ എന്റെ ഉമ്മായും ബാപ്പായും എന്തുമാത്രം ഹജ്ജിന് പോകാൻ വേണ്ടി ആഗ്രഹിച്ച്, എനിക്കിപ്പോ അത് ഓർക്കുമ്പോ ഓരോ ഹജ്ജിന്റെ നാളിലും സങ്കടമാണ്. ഞാനിപ്പൊ നിയ്യത്താക്കിയിരിക്കുകയാണ്, എന്റെ ഉമ്മായും വാപ്പായും പോലെ ഹജ്ജിന് വേണ്ടി കൊതിച്ച 5 പൈസ കയ്യിലില്ലാത്ത ഒരാളെ നല്ല നിലക്ക് ഹജ്ജിന്, ഒരു വാപ്പനും ഉമ്മനെ ഹജ്ജിന് വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇയാൾ ഇത് ഹിന്ദിയിലാ പറയുന്നത്. ഹിന്ദി പറയുന്നത് സിറ്റ് ഔട്ട് കഴിഞ്ഞുള്ള ലിവിംഗ് റൂമിൽ ഇരുന്നാ ഇത് പറയുന്നത്. ഉടനെ തന്നെ ഈ അടുക്കളയെ പാചകം ചെയ്തുകൊണ്ടിരുന്ന താത്ത ഇത് കേട്ടിട്ട്, യാ അല്ലാഹ് എന്നെ ഇയാള് വിട്ടിരുന്നെങ്കിൽ, ഈ യാ അല്ലാ മലയാളം ഇയാൾക്കറിയത്തില്ല, യാ അല്ലാ എന്നുള്ള വാക്ക് ഇയാള് കേട്ട്. അപ്പൊ ഇയാൾ ബാക്കിലോട്ട് നോക്കിയിട്ട്, എന്താണ് അവിടെ ആരെന്താ സംസാരിച്ചില്ലെന്ന്. ഇപ്പം ഈ പ്രൊഫസറിന്റെ ഭാര്യ പറയാണ്, സൈനബ എന്നാണ് അവരുടെ പേര്, അവര് പറയാണ്, അത് എന്നെ വിട്ടിരുന്നെങ്കിൽ, അവര് തമാശക്ക് പറയുക,
അതായത് വിടാൻ വേണ്ടിയിട്ടൊന്നും അല്ല, നിസ്സാരമായിട്ട് പറഞ്ഞതാണ്. എന്നെ വിട്ടിരുന്നെങ്കിൽ എന്ന് അവള് പറയുവാൻ. അതെന്താ അവര് ഹജ്ജിന് പോകാൻ? അപ്പൊ അവര് പറഞ്ഞ പോലെ അവര് മലയാളത്തിൽ പറഞ്ഞു, ഇവര് ഹിന്ദി പറഞ്ഞു കൊടുത്തു, ഇവർക്ക് ഹജ്ജിന് പോകാൻ ഭയങ്കര ഉടനെ ആ സെക്കൻഡിൽ തന്നെ അയാൾ ബ്രീഫ് കേസ് തുറന്ന് ഡ്രാഫ്റ്റ് എടുത്ത് ചെക്ക് എഴുതുകയാണ്. 5 ലക്ഷം വെച്ച് 2 പേർക്ക് 10 ലക്ഷം രൂപ. അള്ളാഹുവിനെ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കി. ഉടനെ തന്നെ ആ സ്ത്രീ, പഠിച്ചവനെ, ആ പ്രൊഫസർ പറഞ്ഞു വേണ്ട, പ്രൈവറ്റിലൊന്നും വിടണ്ട, ഗവൺമെന്റിൽ ഇവർക്കൊക്കെ 60 വയസ്സ് കഴിഞ്ഞത് കൊണ്ട് ഗവൺമെന്റിൽ കിട്ടും, പ്രൈവറ്റിൽ വിടണ്ട എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറയാൻ വേണ്ട വേണ്ട, എന്റെ ഉമ്മായും വാപ്പായും ഇപ്പം ജീവിച്ചിരിക്കുവാണെങ്കിൽ ഞാൻ ഏറ്റവും ടോപ്പിലെ അവരെ വിടത്തുള്ളൂ, ഏറ്റവും ഉയർന്ന കാറ്റഗറിയിലെ ഞാൻ അവരെ വിടത്തുള്ളൂ, അതുകൊണ്ട് ഇവരെ അങ്ങനെ തന്നെ വിട്ടാൽ മതി. ഓടി എൻ്റെ അടുത്ത് വന്ന്, മോളെ ഷാക്കിറ, മോള് പറഞ്ഞത് എന്തൊരു സത്യമാണ്, ഞാൻ അള്ളാഹുവിനോട് സന്തോഷത്തിന്മേൽ സന്തോഷം. സഹോദരിമാരെ, അവരും അവരുടെ ഭർത്താവും ഹജ്ജിന് പോയി. ഏറ്റവും ഉയർന്ന, ഏറ്റവും നല്ല നിലക്ക് ഹറമിന്റെ അടുത്ത്, ക്ലോക്ക് ടവറിന്റെ അടുത്ത് അൽ ഹുസാമിന്റെ ഹജ്ജ് ഗ്രൂപ്പ് വഴിയാണ് അവരെ വിട്ടത്. എന്നിട്ട് ബാക്കി വന്ന പൈസ തിരിച്ചു കൊടുത്തിട്ട് അയാൾ പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം വാങ്ങിച്ചോന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മള് ഈ സാധുവായ സ്ത്രീ, അവർക്ക് 10-60 വയസ്സുണ്ട്, അവര് ജീവിതത്തിൽ അവർ തന്നെ പറയുന്നത് 5000 രൂപ കയ്യിൽ പിടിച്ചിട്ടില്ല എന്ന്, 1 ഗ്രാം സ്വർണം അവരിട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു സാധുവായ എത്ര മനുഷ്യന്മാർ ഈ നാട്ടിൽ ലക്ഷക്കണക്കിന് രൂപയും കയ്യിൽ വെച്ച് ഉള്ള സമ്പാദ്യം മുഴുവനെന്ന 50 ലക്ഷം 60 ലക്ഷം കൊടുത്ത് കുട്ടികൾക്ക് ഒരു MBBSന്റെ അഡ്മിഷന് മേടിച്ച് ഒരു ഉംറ പോലും ചെയ്യാതെ നടക്കുമ്പോ 5000 രൂപ സ്വന്തം ഇല്ലാത്ത ഹജ്ജിന് പോയി വന്ന നാഥനായ റബ്ബുൽ ആലമീനെ മനസ്സിലാക്കണം. പ്രതീക്ഷയോടുകൂടി അള്ളാഹു മാത്രം പ്രതീക്ഷ അർപ്പിക്കുക. ആഗ്രഹത്തോടുകൂടി, പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, റഹ്മാൻ അള്ളാഹുവിനെ റഹ്മാൻ എന്നോ റഹീം എന്നോ ഹൗഫോടുകൂടി, റജാഓടുകൂടി, റജാഉല്ലാ, ഹൗഫുല്ലാ, ഹുബ്ബുല്ലാ, ഈ 3 മാനസികാവസ്ഥയോട്, അള്ളാഹിനുള്ള സ്നേഹം, അവനോടുള്ള പ്രതീക്ഷ, അവനെ കുറിച്ചുള്ള പേടി, ഇതെല്ലാം കൂടെ അങ്ങനെ സമന്വയിപ്പിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ഒന്ന് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു നോക്കിയേ, ഉറപ്പാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഏത് ആഗ്രഹവും സാധിച്ചു തരും. എന്റെ ഈ ക്ലാസ്സിൽ തന്നെയുള്ള ഒരാളിപ്പോ മനസ്സ് വെമ്പുന്നുണ്ട്. ഒരു ആയിഷ എന്ന് പറഞ്ഞ ഒരാൾക്കല്ലേ, കണ്ണഞ്ചേരി ആയിഷ, ഉംറക്ക് പോയി വന്നു. പുള്ളിക്കാരി എന്റെ ഒപ്പമാണ് തവാഫ് ചെയ്തത്. കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ടുള്ളു. ഓരോ തവാഫിലും ഇരുന്ന് പുള്ളിക്കാരി കരയുവാണ്, റബ്ബേ എന്നെ നീ ഇവിടെ എത്തിച്ചില്ല. അങ്ങനെ എത്ര സാധുക്കളാണ് സഹോദരിമാരെ. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിൽ നല്ലവരായി, നല്ല പ്രതീക്ഷയോടുകൂടി, അപ്പൊ പ്രതീക്ഷയോടുകൂടിയുള്ള ദുആ നല്ല രീതിയിൽ നമസ്കരിച്ചിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവിന്റെ മഹത്വം വേണ്ട പോലെ നമ്മൾ ഉൾക്കൊള്ളണം. അള്ളാഹു വിശ്വാസികളോട് അളവറ്റ കരുണയുള്ളവനാണ്. കാന ബിൽ മുഅ്മിനീന റഹീമ. ഖുർആൻ ഓതുമ്പോ നിങ്ങൾ ആ വരി എത്തുമ്പോ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അതിന്റെ അർത്ഥം എടുത്ത് നോക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആയത്താണ്. എന്താണ്? അള്ളാഹു മുഅ്മിനീങ്ങളോട് അളവറ്റ, അവൻ റഹീമാണ്. റഹീം എന്ന് വെച്ചാൽ ദയാവരൻ, ഈ കാരുണ്യം തുളുമ്പുന്നവനാണ്. നമുക്ക് നമ്മുടെ ഈ എന്റെ ചെറിയ മോള് കല്യാണം കഴിഞ്ഞ് ഇന്നലെ രാത്രി പുതിയാപ്പിളയുടെ വീട്ടിലോട്ട് പോയി. എന്റെ മോളെ ഓർക്കുമ്പോ തന്നെ എന്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ഒരു വല്ലാത്തൊരു, എന്റെ കുട്ടി എന്നാ ഇന്നലെയും വരെ ഉണ്ടായിരുന്നതാണ്, പക്ഷെ പോയി കഴിയുമ്പോൾ നമുക്ക് കാണാൻ ഒരു കൊതിയും സ്നേഹവും വാത്സല്യം എല്ലാം കൂടെ വെമ്പുന്നു. മനസ്സിലാവുന്നില്ലേ? ഇപ്പൊ നമ്മുടെ ഇപ്പം പ്രഗ്നന്റ് ആയിരിക്കുന്ന മോളെ നമുക്ക് കാണുമ്പോ അവരുടെ ബാല്യം ഓർക്കുമ്പോൾ, അവർ ഓടിച്ചാടി നടന്നു നോക്കുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അവരോട് വല്ലാത്തൊരു കാരുണ്യം ഇങ്ങനെ ഇളകി വരും നമ്മുടെ ഹൃദയത്തിൽ, മാതൃസഹജമായിട്ട്. അപ്പൊ അതിന്റെ എത്രയോ കോടിക്കണക്കിന് കോടി മടങ്ങ് അള്ളാഹുവിന് നമ്മളോട് കരുണയാണ്. ആ കരുണയുള്ള റബ്ബ്. ഇപ്പൊ നമ്മുടെ മക്കൾ, ഇത്രയും നമ്മൾ സ്നേഹിക്കുന്ന മക്കളും, ഉമ്മച്ചി എനിക്ക് അത് വേണം, ഇപ്പൊ ആ മോൾ എന്നെ വിളിച്ച് ഫോണിൽ കൂടെ, ഉമ്മ ഒന്നൊന്ന് ഇങ്ങോട്ട് വരുമോ എന്ന് വെച്ചാൽ ഞാൻ ഓടിച്ചെല്ലത്തില്ലേ? ഓടിപ്പോകും. എത്ര ഇതാണെന്ന് പറഞ്ഞാൽ, എന്ത് ക്ഷീണമെന്ന് പറഞ്ഞാൽ ഓടിപ്പോകും. ഇതുപോലെ നമ്മൾ അള്ളാഹിനെ നന്നായിട്ടൊന്ന് സ്നേഹിക്കേണ്ട പൊന്നു മക്കളെ. റജബ് മാസം വരാൻ പോകുവാണ്.
നിങ്ങളോടും പറയുകയാണ്, നമുക്കൊരു കൂട്ടായ്മ എന്നുകൊണ്ട് നമുക്ക് ഈ റജബ് മാസം തൊട്ടേ അള്ളാഹുടെ ഇഷ്ടങ്ങളൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന, അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കുന്ന കുറെ അമലെല്ലാം നമുക്ക് സെലക്ട് ചെയ്ത് വെച്ച് റബ്ബിനെ നമുക്ക് നന്നായിട്ട് തൃപ്തിപ്പെടുത്തി അതേ ആ ഒരു മാനസികാവസ്ഥ ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകട്ടെ. നമസ്കാരമാണെന്ന് വിഷയം, നമസ്കാരത്തിന്റെ വിഷയം ഇന്നുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ നമസ്കരിച്ചാൽ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ കാറ്റഗറി 1, 2, 3 ഒക്കെ പറഞ്ഞായിരുന്നു. എല്ലാരും ഒരു ചെവി കൂടെ കേട്ട് അടുത്ത ചെവി കൂടെ കളഞ്ഞോന്നൊന്നും എനിക്കറിയില്ല. അത് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാരും 3ാമത്തെ കാറ്റഗറിയിലെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് റജബ് മാസം തുടങ്ങുമ്പോൾ റജബിലും ഷഅബാനിലും പ്രാക്ടീസ് ചെയ്ത് എനിക്ക് നിങ്ങൾക്ക് 4ലേക്ക് വരാം. എപ്പോ റമളാനിൽ നല്ല രീതിയിലുള്ള നമസ്കാരം, ഇങ്ങനെ നന്നായി നമസ്കരിച്ചാൽ, ഒരാൾ നമസ്കാരം ശരിയായ രീതിയിൽ ഭക്തിയോടെ പ്രതീക്ഷയോടെ അള്ളാഹിനോടുള്ള ഇഷ്ടത്തിന്റെ പേര് റുക്കുവും സുജൂദും ഒക്കെ ചെയ്ത് അത്തഹിയാത്ത് മെഹറാജുൽ മുഅ്മിനീങ്ങളുടെ മെഹറാജാണ് നമസ്കാരം എന്നതിനെ അർത്ഥവത്താക്കിക്കൊണ്ട് മെഹറാജിന്റെ സമയത്ത് സംസാരമൊക്കെ അത്തഹിയാത്താകുന്ന നല്ല സംസാരം അത്തഹിയാത്ത് മുബാറക്ക് പറയുമ്പോൾ ഒരു ഈമാനിയായ ചൈതന്യത്തോടൊക്കെ പറഞ്ഞ് ഷഹാദത്ത് കലിമയ്ക്ക് വിരൽ ചൂണ്ടുമ്പോൾ സത്യസാക്ഷിത്യ അതിനെ ഒന്ന് ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി ഈമാനെ നല്ല തേജസ്സുറ്റാക്കിയൊക്കെ ഒന്ന് ഷഹാദത്തൊക്കെ ചില അങ്ങനെയുള്ളൊരു നിസ്കാരം, അതിന്റെ ഒടുവിൽ ആ ഇസ്തിഗ്ഫാറൊക്കെ ചെയ്ത് അല്ലാഹുക്കെ നല്ല രീതിയിലൊക്കെ ഒന്ന് പറഞ്ഞ് ആദ്യം തൊട്ട് അവസാനം, ഞാൻ ലാസ്റ്റത്തെ കാര്യമോ പറഞ്ഞത്, റിപ്പീറ്റ് ചെയ്യാൻ സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മളെ 5 രീതിയിൽ ആണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. 5 രീതിയിൽ. ഒന്ന്, ജീവിത പ്രയാസത്തെ അള്ളാഹു അവനിൽ നിന്ന് ഉയർത്തുന്നതാണ്. അപ്പൊ ജീവിത പ്രയാസത്തെ ഉയർത്തു എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു ജീവിതമല്ല. നിശ്ചയിച്ച അസാബത്തും മുസീബത്തൊക്കെ വരും. അക്കൗണ്ടിലുള്ള ഓരോ മുസീബത്ത് അസാബത്തൊക്കെ വരും. പക്ഷേ അത് ലഘൂകരിച്ചു പോകും. അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അസുഖങ്ങള്, പ്രയാസങ്ങള്, കഷ്ടപ്പാടുകൾ എല്ലാം നമുക്ക് വന്ന് ഭവിക്കും. കുല്ലും ഫീ കിതാബിൻ മുബീൻ വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ മുസ്തവദഅഹാ കുല്ലുൻ ഫീ കിതാബിൻ മുബീൻ. കിതാബിലുള്ളതെല്ലാം ജീവിതത്തിലോട്ട് വരും. പക്ഷെ ലഘൂകരിക്കും, എല്ലാം ലഘൂകരണം വല്ലാത്തൊരു അത്ഭുതമാകും. അള്ളാഹുവേ, മല പോലെ വന്നത്. നിങ്ങൾക്ക് എന്റെ സൗണ്ട് ശ്രവിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവം ഉണ്ടാകും. അതാണ് നല്ല രീതിയിൽ ഭക്തിയോടെ പ്രതീക്ഷയോടെ അള്ളാഹുവിന്റെ പരലോകത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനുള്ള ഏറ്റവും വലിയ കടമയും കടപ്പാടുമാണ് ഈ നമസ്കാരം എന്ന നിലയിലൊക്കെ ഒന്ന് നിസ്കരിച്ചു കഴിയുമ്പോൾ ജീവിത പ്രയാസത്തെ അള്ളാഹു അവനിൽ ലഘൂകരിക്കുന്നതാണ്, അവനിൽ നിന്ന് ഉയർത്തുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ പ്രതിഫലം അതാണ്. രണ്ടാമതായിട്ട് ഖബറിന്റെ ശിക്ഷയിൽ നിന്നും അള്ളാഹു അവനെ രക്ഷിക്കുന്നതാണ് ഖബറിലേക്ക് പോകുമ്പോൾ. കാരണം മരണത്തിന്റെ ഇപ്പുറം ഒരുപാട് പ്രാവശ്യം ആ അത്തഹിയാത്തിന്റെ അവസാനം വരുമ്പോ അത് ഹൃദയസ്പർക്കായിട്ട് പറയുന്ന റബ്ബേ, ഖബറിലെ ശിക്ഷയിൽ നിന്ന്, നരകശിക്ഷയിൽ നിന്നൊക്കെ എന്നെ രക്ഷിക്കണേ എന്നിങ്ങനെയൊക്കെ ആത്മാർത്ഥമായി പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തില്. അതുകൊണ്ട് തന്നെ ഖബറിലെ ജീവിതം, അതുപോലെ നമസ്കാരത്തിന്റെ വജ്ജഹത്തിൽ പറഞ്ഞ കാര്യം ജീവിതത്തിൽ പരമാവധി സൂക്ഷിക്കുമ്പോൾ ജീവിതം അപ്പൊ ഖബറിലെ ജീവിതം റാഹത്തിലാകും. അതാണ് ഖബറിലെ ജീവിതം. ഖബറിലെ ശിക്ഷയിൽ നിന്ന് അവന് രക്ഷ കിട്ടുന്നതാണ്. ഖബർ ജീവിതം നന്നായി തീരും സഹോദരിമാരെ. മൂന്നാമതായിട്ട് പറയാണ്, അവന്റെ നന്മ തിന്മകൾ എഴുതിയ ഗ്രന്ഥം അവന്റെ വലത് കൈയിൽ അള്ളാഹു കൊടുക്കുന്നതാണ്. നമസ്കാരം നല്ല നിലയിൽ ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ തന്നെ വജ്ജഹത്ത് അല്ലാഹുമ്മ ബാഇദ് ബൈനി ആദുവ ആണെങ്കിലും സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക തബാറകസ്മുക തആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക എന്ന പ്രാർത്ഥനയാണെങ്കിലും, ഇനി വജ്ജഹത്ത് നമ്മൾ കൊച്ചുനാൾ തൊട്ടേ ഓതിയ വജ്ജഹത്ത്, അതിന്റെ അർത്ഥം അറിഞ്ഞ് ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, എന്റെ നമസ്കാരം, വനുസുക്കി എന്റെ എല്ലാ ചെറുതും വലുതും, ആ 3 അക്ഷരത്തില് രാവിലെ ഉണരുന്നത് തൊട്ട് ഉറങ്ങുന്നത് വരെയുള്ള എല്ലാ വർത്തമാനം, എല്ലാ ചിന്തകൾ, എല്ലാ പ്രവർത്തനങ്ങളും അതിനകത്ത് എല്ലാം അള്ളാഹ്ക്ക് വേണ്ടിയായി തീരുമ്പോൾ എന്താണ്, ഗ്രന്ഥം നല്ലതാകും. മലക്കുകൾക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ എഴുതാനുള്ള സൗഭാഗ്യമാണ് നമ്മളിലൂടെ. മലക്കുകൾക്ക് രാവിലെ തൊട്ടേ നല്ല തഹജ്ജുദ് തൊട്ടേ തുടങ്ങി നല്ല ജീവിതം, കഴിവിന്റെ പരമാവധി നന്നായിട്ട് ജീവിക്കുക. ഇടക്ക് വല്ലതും തിന്മ വന്നാൽ ഉടനെ തിന്മയുടെ മലക്ക് അങ്ങോട്ട് എഴുതാൻ പോകുന്നേ ഉള്ളൂ.
അത്തിരുന്ന മലക്ക് തിന്മ എഴുതാൻ പോകുമ്പോ തന്നെ വേഗം ഇസ്തിഗ്ഫാർ ചെയ്യും. കാരണം മലക്കിന് അള്ളാഹ് ഓർഡർ ഇട്ടിരിക്കുന്നത് എന്താ? എന്റെ അടിമ ഒരു തിന്മ ചെയ്താൽ ഉടനെ എഴുതിയേക്കരുത്, സെക്കൻഡുകൾ മിനിറ്റുകൾ വെയിറ്റ് ചെയ്യണം കേട്ടാ. അത്തീരെന്ന ആ മലക്കിനോട് അങ്ങനെയാ പറഞ്ഞേക്കണം. മറ്റേ അതേസമയം റഖീബ് എന്ന മലക്കിനോട് കാരുണ്യവാനായ വദൂദായ വഹാബായ റഹ്മാനായ റഹീമായ റബ്ബ് പറഞ്ഞ എന്താണ്? എന്റെ അടിമ ഒരു നന്മ ചെയ്യാൻ ചെയ്തിട്ടില്ല, ആ വിചാരിച്ചതിന്റെ പേരിൽ ഒരു നന്മ അങ്ങോട്ട് എഴുതിക്കോ, അവൻ ചെയ്തു കഴിയുമ്പോ 10 ഇരട്ടി പ്രതിഫലമായിട്ട് എഴുതിക്കോ. ഒന്ന് ആലോചിച്ച് നോക്കിയ അള്ളാഹുവിന്റെ വാത്സല്യം, സ്നേഹം. അപ്പോ നിസ്കാരത്തിൽ ഈ വജ്ജഹത്ത് നന്നായിട്ടൊക്കെ ഒന്ന് പറഞ്ഞ്, അള്ളാഹുവെ നീയായിട്ട് ഞാൻ നന്നായിട്ട് ജീവിച്ചോളാം, നീ തന്ന ജീവിതവും ജീവിത വിഭവങ്ങളെല്ലാം ലില്ലാഹി റബ്ബുൽ ആലമീൻ നിനക്ക് വേണ്ടിയിട്ടാക്കി തീർത്തോളാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഒന്ന് മര്യാദയ്ക്ക് ജീവിച്ച എന്റെ പൊന്നു മക്കളെ, നമ്മുടെ കിതാബില് നന്മ ഇങ്ങനെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ആ കിതാബ് നമ്മുടെ വലത് കൈയിൽ തരുമെന്ന് പറഞ്ഞില്ലേ? നമസ്കാരം ശ്രദ്ധിച്ച് നമസ്കാരത്തിൽ പറയുന്നതനുസരിച്ച് ജീവിച്ച നമ്മുടെ ഗ്രന്ഥം കിതാബ് വലത് കൈയിൽ കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അവർക്ക് ആ കിതാബ് കിട്ടുമ്പോഴുള്ള അവസ്ഥയെ കുറിച്ച് സൂറത്ത് ഹാക്കത്തിൽ അള്ളാഹു വിവരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതാ. അതായത് വലത് കൈ ഗ്രന്ഥം നൽകപ്പെടുന്നവർ അതീവ സന്തുഷ്ടരായി തങ്ങളുടെ ഗ്രന്ഥം മറ്റുള്ളവരോട് വായിച്ചു നോക്കാൻ വേണ്ടി കാണിച്ചുകൊണ്ട് മഹിശറ മുറ്റത്ത് ചുറ്റി നടക്കുന്നതാണ്. അമ്മാമൻ നൂതിയ കിതാബഹു ബിയമീനി വയഖൂലു ഹാഉമു ഇഖ്റഉ കിതാബിയ ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ വഹുവ ഫീ ഈശത്തിർ റാദിയ ഫീ ജന്നത്തിൻ ആലിയ കുതൂഫുഹാ ദാനിയ കുലു വഷ്റബു ഹനീഅം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. മനോഹരമായ ആയത്ത് സൂറത്ത് ഹാക്കത്തില്. നിസ്കാരം നല്ല രീതിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ജീവിതം നന്നായി. ഇതേ വലത് കൈ ഗ്രന്ഥം കിട്ടിയാൽ കിതാബ് വായിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെയാണല്ലോ. സ്കൂളിലാണെങ്കിലും ഞാനൊക്കെ സ്കൂളില് നല്ല മാർക്കുള്ള വിഷയം പേപ്പർ കിട്ടിയ വന്ന പാടെ വീട്ടിൽ വന്ന് പറയും, മാത്സിന് എപ്പോഴും എനിക്ക് മാർക്ക് കുറവാണ്, മാത്സിന്റെ പേപ്പർ കിട്ടിയാന്ന് വെച്ചാൽ അനങ്ങത്തില്ല ഞാന്, കാരണം മാർക്ക് കുറവാ. ഇതിപ്പോ പരലോകത്തിൽ തന്നെയാ. നമ്മള് നല്ല മാർക്കെല്ലാം മേടിച്ച് കിതാബ് വലതുകൈ കിട്ടി എല്ലാരും അടുത്തുള്ളവരെയൊക്കെ ഓടി നടന്നുകൊണ്ടേ കാണിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് അള്ള പറഞ്ഞാണ് കൂടെ. എന്നിട്ട് ഇഖ്റാഉ കിതാബിയ, എന്റെ കിതാബ് ദേ വായിച്ചു നോക്ക്. ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയുണ്ടെന്ന്. ലനന്തു, ഞാൻ മുൻകൂട്ടി കരുതിയിരുന്നു, മുൻകൂട്ടി കണ്ടിരുന്നു, ഇഹലോകത്ത് വെച്ച് കണ്ടിരുന്നു. ഇങ്ങനെ ഞാൻ കിതാബ് വാങ്ങാൻ വരുമെന്ന് ഞാൻ ഹിസാബ് എടുത്തവളാണ്, ദുനിയാവിൽ വിചാരിച്ചവളാണ്. അതുകൊണ്ട് ഫഹുവ ഫീ ഈശത്തിർ റാളിയ, തൃപ്തികരമായ ജീവിതത്തിലാണ് അവൻ. സുബ്ഹാനല്ലാഹ്. എന്താണ് ആ തൃപ്തി? ഫി ജന്നത്തിൻ ആലിയ, അത്യുന്നമായ ആലിയയിലാണ് അവർ. കുത്തൂബുഹാ ദാനിയ, പാകത്തിനുള്ള പഴങ്ങൾ പറിച്ചെടുക്കാൻ പാകത്തിൽ. ദാനിയ, അടുത്ത് ഓടിങ്ങെത്തുക. അങ്ങ് ദൂരെ നിൽക്കുക, ആഗ്രഹിക്കുമ്പോ തന്നെ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് വരും. നമ്മൾ ചില പിന്നെ ടെക്സ്റ്റൈൽസിലും പീടികയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചെല്ലുമ്പോ തന്നെ ഡോർ ഇങ്ങനെ തുറന്നിങ്ങനെ കയറിക്കോ എന്ന് പറയുന്നത് നമ്മള് ആഗ്രഹിക്കുന്നവരെ ഓട്ടോമാറ്റിക്കലി അടുത്ത് വരും. അന്നേരം അള്ളാഹുവിന്റെ ഒരു വാക്കുണ്ട്, കുലു വഷ്റബു, നിങ്ങൾ നന്നായിട്ട് കുടിച്ചുകൊള്ളുക മക്കളെ, കഴിച്ചുകൊള്ളു. ഹനീഅം ബിമാ അസ്ലഫ്തു ഫിൽ അയ്യാമുൽ ഖാലിയ, നിങ്ങൾക്ക് തന്ന അയ്യാമുൽ ഖാലിയ, നിങ്ങൾക്ക് തന്ന അവധി ദിനങ്ങൾ. ദുനിയാവിൽ കുറച്ചു ദിവസം ഞാൻ അവധി തന്നിരുന്നു. ആരാണ് അയ്യക്കും അഹസനു അമല അലി യബുലുവക്കും അയ്യക്കും അഹസനു അമല എന്നൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങളോട്. ആരാണ് അഹസനായ? നിങ്ങൾ അഹസനായ അമൽ ചെയ്തവരാണ്. നിങ്ങൾ നല്ലപോലെ കഴിച്ചുകൊള്ളൂ, കുടിച്ചുകൊള്ളു. സുബ്ഹാനല്ലാഹ്. സഹോദരിമാരെ, നമ്മൾ ഇച്ചിരി കഴിയുമ്പോൾ മറന്നു പോകരുത്. ഞാനും മറന്നു പോകരുത്, നിങ്ങളും മറന്നു പോകരുത്. ഇങ്ങനെ റാഹത്തായിട്ട് കിതാബൊക്കെ വായിച്ച് സന്തോഷമായിട്ട് ആലിയ എന്ന സ്വർഗത്തിലൂടെ പോകാൻ ഞാൻ ഇപ്പൊ ഒരു 3-4 ആഴ്ച ഞാനും നിങ്ങളും നമസ്കാരമായി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒന്ന് അനുസരിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. നാലാമത്തെ ആണ് അവൻ മിന്നൽ വേഗത്തിൽ സിറാത്ത് കടന്നു പോകുന്നതാണ്. സിറാത്ത് പാലം എല്ലാം അമ്പിയ പിന്നെ നബിയുടെ മകൾ ഫാത്തിമയുടെ പുന്നാരൻ നബിയുടെ മോളുടെ മുടി 7 കീറിയിട്ടാണ് പാലം ഉണ്ടാക്കുന്നത്. ഇവിടെ ഉസ്താദന്മാര് വേണമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അമ്മ അവർക്ക് എന്റെ കൊച്ചു മനസ്സിന്ന് സംശയമാണ്, അല്ലാഹുവേ
ഈ കൊച്ചു മുടിക്കകത്ത് എങ്ങനെയാണ് എല്ലാരും കൂടെ കയറി പാലം ഉണ്ടാക്കി പോണേ. ഇപ്പോഴല്ലേ ഖുർആൻ പഠിച്ചപ്പോഴല്ലേ ആ പാലത്തിന്റെ ശക്തി. എന്റെ റഹ്മാനായ സൂറത്ത് മറിയമിലും ആ പാലം വർണ്ണിക്കുന്ന കേട്ട് അതിലൂടെ പോകുമ്പോൾ നമുക്ക് രക്ഷ കിട്ടും. നമ്മൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം നമസ്കാരത്തിൽ അല്ലാഹുവോട് ചോദിക്കാൻ, നേർമാർഗത്തിലാക്കണേ റബ്ബേ, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലൂടെ എന്നെ ജീവിപ്പിക്കണേ എന്ന് ദുആ ചെയ്തിട്ട് അനുഗ്രഹിച്ചവരുടെ മാർഗം ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അതനുസരിച്ചാകുന്ന പോലെ ജീവിച്ച സിറാത്തുൽ ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസ്ന ഉലൈക റഫീഖാ. നബിമാര്, സിദ്ദീഖീങ്ങള്, ശുഹദാക്കള്, സ്വാലിഹീങ്ങൾ, വഹസ്ന ഉലൈക റഫീഖ, അവരൊക്കെ എത്രയോ നല്ല കൂട്ടുകാരാണ്. ആ കൂട്ടുകാരുടെ ഹിസ്റ്ററിയൊക്കെ എടുത്തിരുന്ന് ഉച്ചയ്ക്ക് ചോറുണ്ടിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ കിട്ടുന്ന സമയത്തൊക്കെ ആ സച്ചരിതരുടെ പുസ്തകമൊക്കെ വായിച്ച് എന്ത് നല്ലൊരു ടൈം ടേബിളിലാണ് ഇവര് ജീവിക്കുന്നത്. പല പ്രാവശ്യം അത് വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ട്. അങ്ങനെ മാറ്റം ഉണ്ടായാൽ നല്ല ജീവിതമൊക്കെ നയിച്ച് നേരായ മാർഗത്തിൽ ജീവിച്ച, നമസ്കാരം നന്നായി നല്ല മാർഗത്തിൽ ജീവിച്ചാല് സഹോദരിമാരെ പരലോകത്ത് ചെല്ലുമ്പോൾ മിന്നൽ വേഗത്തിൽ സിറാത്ത് കടക്കാൻ സാധിക്കും. അഞ്ചാമത്തെ പ്രതിഫലം എന്താണെന്നറിയാം? ഹിസാബ് കൂടാതെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നുള്ളതാണ്. പരലോകത്ത് പിന്നെ അമ്മാമൻ നൂത്തിയ കിതാബഹു ഫസോഫ യുഹാസബു ഹിസാബ് യസീറ, കിതാബ് വലതു കൈ കിട്ടിയാൽ പിന്നെ ഹിസാബ് എളുപ്പം. റഹ്മാനായ റബ്ബേ, ഈ 5 കാര്യം നമുക്ക് നേടാൻ നമ്മൾ ഓരോരുത്തരും, അല്ല എനിക്ക് വേണ്ടി വേറൊരാളല്ല, എന്റെ മകൻ ഖുറാൻ പഠിച്ച ആളായോണ്ട് അവനല്ല നന്നായിട്ട് ജീവിക്കണം, ഞാൻ തന്നെ നന്നായി ജീവിക്കണം. സഹോദരിമാരെ, നമസ്കാരം കൃത്യമായിട്ട് ഭക്തിയോടെ തെക്കുവാ ബോധത്തോടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ 5 കാറ്റഗറിയിൽ 3, 4 കടന്നു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലമാണ്: 1, ജീവിത പ്രയാസത്തെ അള്ളാഹു നമ്മളിൽ നിന്ന് ഉയർത്തും മാറ്റിത്തരും. 2, ഖബറിന്റെ ജീവിതം, അതിൽ അള്ളാഹു അനുഗ്രഹിക്കും, അതിലെ ദുരിതത്തിൽ നിന്നൊക്കെ നമ്മളെ കരകയറ്റും. 3, നമ്മുടെ നന്മ തിന്മ എഴുതിയ ഗ്രന്ഥം നമ്മുടെ വലത് കൈയിൽ തരും. 4, മിന്നൽ വേഗത്തിൽ സിറാത്ത് കടന്നു പോകാനുള്ള ഭാഗ്യം കിട്ടും. സഹോദരിമാരെ, 5, ഹിസാബ് കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇതൊക്കെ മഹത്തായ പ്രതിഫലമാണ്. അതുകൊണ്ട് നല്ല നിലക്ക് ഞാനും നിങ്ങൾ കൊച്ചിലെ നമ്മുടെ കുട്ടികളൊക്കെ മദ്രസയെന്ന് വരുമ്പോൾ പറയത്തില്ലേ, ചെറിയ ബുക്കിൽ തന്നെ കണ്ടിട്ടില്ലേ, തന്റെ വീടിന്റെ ഫ്രണ്ടിലുള്ള പുഴയിൽ 5 പ്രാവശ്യം ഒരു മനുഷ്യൻ കുളിക്കുന്നതിന് തുല്യമാണ് 5 വഖത്ത് നമസ്കാരം. ഉപമിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, എത്രയോ ഉപമകളാണ് കൊച്ചു പിള്ളേർക്ക് അവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് മദ്രസയിലെ ഹദീസൊക്കെ തയ്യാർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു വീട്ടിൽ നമ്മൾ ഒരു ദിവസം 5 പ്രാവശ്യം കുളിക്കുന്ന വിചാരിച്ചു, ഒരു കുളത്തിലോ നദിയിലോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വെള്ളം കോരി വെച്ച് 5 പ്രാവശ്യം കുളിച്ച നമ്മുടെ ശരീരത്ത് വല്ല അഴുക്കും അവശേഷിക്കുക സഹോദരിമാർ. പക്ഷെ കുളി ബെറ്റർ അല്ലേ? വെള്ളം മാത്രമേ കോരി ഒഴിക്കുന്നുള്ളൂ, ഒന്നും അഴുക്കൊക്കെ അവിടെ തന്നെ ഇരുന്ന അഴുക്കൊന്നും തേച്ച് കളയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ കുളി കൊണ്ട് വലിയ നേട്ടമൊന്നുമില്ല. ഇതുപോലെ കുളി നന്നാകുന്ന പോലെ നമസ്കാരം നന്നായി തീർന്നാൽ നമ്മൾ ശുദ്ധരാകും. അതുപോലെ നിമിഷ ശൈത്യകാലത്ത് ഒരു വൃക്ഷത്തിന്റെ താഴെ നിന്നുകൊണ്ട് കൊമ്പിങ്ങനെ പിടിച്ച് കുലുക്കി, അതിനകത്ത് ഇലകളെല്ലാം പൊഴിഞ്ഞു വീണ അബൂമാമ സഹാബിച്ച്, എന്താ പ്രവാചകരെ താങ്കൾ ഇങ്ങനെ കൊമ്പൊക്കെ കുലുക്കുന്നത് എന്ന് മരം പിടിച്ച് കുലുക്കുക. അപ്പൊ നബി പറയുക, അബൂമാമ ഇത് കണ്ടോ, ഈ വൃക്ഷത്തിൽ നിന്ന് ഇലകളൊക്കെ പൊഴിഞ്ഞു വീഴുന്നത്. ഇതുപോലെ 5 നേരം ഒരു മനുഷ്യൻ ശ്രദ്ധയോടെ നിസ്കരിച്ചാൽ അവന്റെ സർവ്വ പാപങ്ങളും പൊഴിഞ്ഞു കിട്ടും. അപ്പൊ ഇങ്ങനെയൊക്കെ ജീവിതകാലത്ത് നന്നായിട്ട് നിസ്കരിച്ചതിന് ശേഷം നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് വേണ്ടി തൗഹീദുള്ള ഒരു 40 പേര് സഫിൽ ഇങ്ങനെ അണിയണിയായിട്ട് നിന്നാല്, 40 പേര് തൗഹീദുള്ള, ഉറുക്ക് കെട്ടാത്ത, ഏലസ് കെട്ടാത്ത, അള്ളാഹുവിനെ മാത്രം വിളിച്ച് ദുആ ചെയ്യുന്ന 40 പേര് സഫിൽ നിന്നിട്ട് മയ്യത്ത് നമസ്കരിച്ചാൽ, ഒരുപാട് പ്രാവശ്യം നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത് നന്നായി നിസ്കരിച്ചവരാണ്, മാപ്പ് തേടിയവരാണ്. നമുക്ക് വേണ്ടി ഈ 40 പേര്, തൗഹീദുള്ള 40 പേര് പാപമോചനം കൂടി തേടിയ സൂപ്പർ. എന്തൊരു ഓഫറാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഅ്മിനീങ്ങളായ ഈ ഉമ്മത്തിന് നൽകിയിരിക്കുന്ന. സഹോദരിമാരെ, എന്റെ പൊന്നുമക്കളെ, ഞാൻ മരിച്ചെന്നറിഞ്ഞാൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞാൻ ഖബറിലും നിങ്ങൾ ദുനിയാവിൽ വെളിച്ചത്തില് നല്ല ലൈറ്റിലൊക്കെ കിടന്നത് AC റൂമിലൊക്കെ നിങ്ങൾ കിടക്കുമ്പോ ഷാക്കിറ ടീച്ചർ ഖബറിലാണ് എന്ന് ഓർക്കുമ്പോ ഒരു 5 മിനിറ്റ് എന്റെ ഖബറിന്റെ ആദ്യത്തെ രാത്രിയിൽ, ആദ്യത്തെ ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് ഈ സദസ്സിൽ ഇപ്പൊ ഏകദേശം 480 പേരോളം കാണിക്കുന്നുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതെനിക്ക് വലിയൊരു, ഞാൻ നിങ്ങളോടുള്ള ഒരു വസിയത്തായിട്ട് പറയുകയാണ്. നിങ്ങൾ എല്ലാവരും ദുനിയാവിൽ നിൽക്കുകയും ഞാൻ ഖബറിലാകുകയും ചെയ്യുന്ന ഒരു ദിവസം നിങ്ങൾ അറിയുമെങ്കിൽ
എനിക്ക് വേണ്ടി മഗ്ഫിറത്തിനും മർഹമത്തിനായിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് ഓതിവെച്ച ഒരായത്ത്, തുടക്കത്തിൽ ഓതിവെച്ച ആയത്ത് ഇന്നെന്താണ്, റജബ് മാസം ഇനി തുടങ്ങാൻ കുറച്ച് ദിവസമേ ഉള്ളൂ. റജബ് മാസം തുടങ്ങി, റജബ് തൊട്ടേ നമുക്ക് അങ്ങനെ കാര്യമായിട്ട് പറയാം. നല്ല നിലക്ക് നമ്മള് നമ്മൾ ഇതുവരെയും പഠിച്ചതൊക്കെ ഒന്ന് ചേർത്ത് വെക്കണം. നമുക്ക് ആവേശം, നമ്മുടെ മനസ്സിനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബി അന്ന ലഹുമുൽ ജന്ന. തീർച്ചയായും സത്യവിശ്വാസികളുടെ പക്കൽ നിന്ന് അവർക്ക് സ്വർഗം നൽകാമെന്ന കരാറിന്മേൽ അവരുടെ ശരീരവും അവരുടെ ധനവും അള്ളാഹു വിലക്ക് വാങ്ങിയിരിക്കുന്നു. എന്നിട്ട് അള്ളാഹ് പറയാണ്, വഅദൻ അലൈഹി ഹഖ്ഖൻ ഫിത് തൗറാത്തി വൽ ഇൻജീൽ. തൗറാത്തിലും ഇൻജീലിലും ഖുർആനിലും അള്ളാഹു ഈ ബാധ്യത, ഇങ്ങനെ സ്വർഗം നൽകാമെന്ന കരാറ് അതിനകത്തും പറഞ്ഞിട്ടുണ്ട്. അത് പ്രഖ്യാപിച്ചത് വ്യാഖ്യാനം അത്രേ, സത്യമായ പ്രഖ്യാപനമാണെന്ന് വീണ്ടും അള്ളാഹു എടുത്തു പറയും. വഅദൻ, അള്ളാഹുടെ വാഗ്ദാനം തന്നെയാണ്. അള്ളാഹുവിനേക്കാൾ വാഗ്ദാനം വമൻ ഔഫാ ബിഅഹ്ദിഹി മിനല്ലാഹ്. അള്ളാഹുവിനേക്കാൾ കരാറ് നിറവേറ്റുന്നവർ വേറെ ആരുണ്ട് നിറവേറ്റുന്നവൻ? അതുകൊണ്ട് നമ്മുടെ ശരീരവും നമ്മുടെ ധനവും എല്ലാം അള്ളാഹുവിന് വേണ്ടി ഒരുക്കാൻ നമ്മൾ പാകപ്പെടണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഹൃദയത്തിൽ അള്ളാഹുള്ള വിശ്വാസം, ഈമാൻ ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ദിവസത്തെ കുറിച്ച് നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് നല്ല ആയത്തൊക്കെ പഠിച്ച്, ചെല്ലുന്ന ദിക്റിന്റെ അർത്ഥം ചിന്തിച്ച്, ഓടുന്ന ഖുർആന്റെ അർത്ഥം, കുറച്ച് സംഭവം മതി, പക്ഷെ അത് നല്ല രീതിയിലായാല് നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ ചാർജ് ചെയ്ത് തരും. ഈ മൊബൈലൊക്കെ ചാർജ് ഉള്ളപ്പോഴാണ് പവർഫുൾ ആയിട്ടൊക്കെ സംസാരിക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് നല്ല ചാർജ് ഉള്ള സമയത്ത് നമ്മളെ മലക്കുൽ മൗത്തിനെ കണ്ടുമുട്ടണം. അപ്പൊ നല്ല സുഖമായിരിക്കും. കാരണം ഹൃദയത്തിൽ അള്ളാഹുൽ വിശ്വാസം, ഈമാൻ ചാർജ് ചെയ്ത് ഇരിക്കുമ്പോഴാണ് ജീവിതം ആർദ്രതയും ആഹ്ലാദവും ഉള്ളതായി തീരുന്നത്. ആർദ്രത എന്ന് വെച്ചാൽ നനവുള്ള ഹൃദയം, വരണ്ടു പോത്തില്ല. എപ്പോഴും ഈമാൻ ചാർജ് ചെയ്ത് നിർത്തിയാൽ അപ്പൊ എന്താണ്, എപ്പോഴും അള്ളാന്ന് പറയുമ്പോൾ കർശന വരും. മറ്റേത് എന്ത് കേട്ടാലും ആൾക്കാർക്കൊക്കെ നമുക്ക് കടുകെട്ടിയ ആളുകളെ ഇങ്ങനെ ഒരു വരണ്ട ഒരു ആർദ്ര കടുപ്പം പിടിച്ച ജീവിതമായിരിക്കും. അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹു നിറയെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു നല്ല ഹൃദയം, അള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ടും അവന്റെ ശിക്ഷയെ ഓർത്ത് പേടിച്ചുകൊണ്ടും എന്നാ അള്ളാഹെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ഇഷ്ടം. അള്ളാഹിനെ സ്നേഹിക്കുക എന്നൊരു ബുക്കുണ്ട്, കോഴിക്കോട് ബുക്ക് സ്റ്റാളിൽ ഞാൻ വാങ്ങിച്ചതാണ്. IPH ഉണ്ട്, യുവതാ ബുക്കിലൊക്കെ ഉണ്ട്, എല്ലാ സ്ഥലത്തും കാണും. അള്ളാഹിനെ സ്നേഹിക്കുക. ജമാൽ കടന്നപ്പള്ളി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ എഴുതിയ ബുക്കാണ്. എല്ലാവരുടെ കയ്യിലും സ്വന്തമായിട്ട് അത് വെക്കുന്നത് നല്ലതാണ്. ആ ബുക്കിന്റെ പ്രത്യേകത എന്തെന്ന്, ആ ബുക്കിനകത്ത് മൊത്തം ഖുർആൻ കൊണ്ടാ സംസാരിക്കുന്ന അദ്ദേഹം. അള്ളാഹിനുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ വർദ്ധിക്കും, അതിലെ ഓരോ വരികളും. അപ്പോ നമ്മള് അങ്ങനെയുള്ള ഒരു മനസ്സ് ഇപ്പോഴേ ആർജിച്ചെടുക്കണം. ഈ ഐഹിക ദുനിയാവ് കർമ്മഭൂമിയാണ്. പരലോക ജീവിതം പ്രതിഫല വേദിയാണ്. അത് നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. ഈ ഐഹിക ദുനിയാവ് കർമ്മഭൂമിയാണ്, കർമ്മം ചെയ്യാനുള്ള സ്ഥലമാണ്. പരലോക ജീവിതം പരലോക വേദി പ്രതിഫലത്തിന്റെ വേദിയാണ്. പ്രതിഫലം വാങ്ങാൻ പോകുന്ന വേദി പരലോകമാണ്. കൃത്യമായ പ്രതിഫലം അവിടെ കിട്ടത്തുള്ളൂ. നമ്മൾ എന്ത് ചെയ്താലും പറഞ്ഞില്ലേ, 2 റക്അത്ത് നമസ്കാരത്തിന്റെ വില ഈ ലോകത്തുള്ള സർവ്വതിനേക്കാളും മികച്ചതാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ട് നമുക്കിവിടെ ദുനിയാവ് കഷ്ടപ്പാടുണ്ട്, ദുരിതമുണ്ട്. അപ്പൊ നമുക്കിത് കിട്ടണ്ടേ? ഓരോന്നിന്റെയും പ്രതിഫലം പറയാം. എന്നിട്ട് ഇത് ചെയ്തോണ്ടിരിക്കാൻ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്കെന്താ ഇത്രയും കഷ്ടപ്പെട്ട? സഹോദരിമാര്, ഇതെല്ലാം കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. കൃത്യമായ പ്രതിഫലം ഖിയാമത്ത് നാളിലെ കിട്ടുള്ളൂ. കൃത്യമായ പ്രതിഫലം. നമ്മളിപ്പോ രാവിലെ നമ്മൾ വീട്ടിലൊരു പണിക്കാരനെ നിർത്തി എന്ന് വിചാരിച്ചോ, രാവിലെ തൊട്ട് പണി ചെയ്യാൻ നിർത്തി, എന്നിട്ട് അയാൾക്ക് കൂലി കൊടുക്കുന്ന എപ്പോഴാ? ലാസ്റ്റ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചായ കൊണ്ട് കൊടുക്കും, ചിലപ്പം നാരങ്ങ വെള്ളം കൊടുക്കും, ചിലപ്പം ജ്യൂസ് കൊടുക്കും, ചിലപ്പം വീട്ടിൽ എന്തെങ്കിലും സ്നാക്സ് പൊരിക്കുന്ന കൊണ്ട് കൊടുക്കും. അത് അയാളുടെ ജോലിയുടെ കൂലിയാണോ? ഒരിക്കലും അല്ല. നമ്മൾ അയാളുടെ ഇഷ്ടത്തിന്റെ ഒരു പാവം, ആ മനുഷ്യൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള നിലക്ക്. പക്ഷെ അയാളുടെ കൃത്യമായ 1500 ഉറുപ്പിയുടെ കൂലി കൊടുക്കുക ഒടുവില. ഇതുപോലെ പൊന്മക്കളെ, നമ്മൾ ചെയ്യുന്ന ഓരോന്നും അള്ളാനെ സ്നേഹിച്ചും പേടിച്ചും പ്രതീക്ഷിച്ചൊക്കെ ചെയ്തതിന് കൂടാതെ കൂടി നന്മ ഒരുക്കി വെച്ചിരിക്കുക.
നിങ്ങൾ ഞാൻ നമ്മുടെ പ്രസവിച്ച മക്കളെ ഒന്ന് നന്നായിട്ട് നന്നായിട്ടൊന്ന് വളർത്തിക്കേ പൊന്നു മക്കളെ. ഈ മിസ്കാത്തിലെ കുട്ടികളെ, മുത്തഹാബുൻ ഫില്ലായിലെ കുട്ടികളെ, പട്ടാമ്പിയിൽ നിന്ന് പുതുതായിട്ട് ചാർജ് ചെയ്ത് കയറിയ മക്കളെ, നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ നിങ്ങൾക്ക് തന്ന മക്കളെ വളർത്തിക്കോ. നിങ്ങൾ എന്നിട്ട് അവർക്ക് വേണ്ടി നിറയെ ദുആ ചെയ്തു. നിങ്ങളുടെ ഒരു ദിവസത്തെ 24 മണിക്കൂറിൽ 1 മണിക്കൂർ 60 മിനിറ്റ്, 3 മക്കളുണ്ടെങ്കിൽ ആ 1 മണിക്കൂറിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് 3ന് വേണ്ടിയിട്ട് 20 മിനിറ്റ് മാറ്റി മാറ്റി വെച്ചിട്ട് അവർക്ക് വേണ്ടി ഇഹലോക പരലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ. എന്നിട്ട് ഞാനും നിങ്ങളും മരിച്ചു പോയിക്കോ, അള്ളാന്റെ അടുത്ത് പോയിക്കോ. മീസാൻ മരിച്ചൊക്കെ എഴുന്നേറ്റ് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറ മുറ്റത്ത് മീസാന്റെ അടുത്ത് കർമ്മങ്ങൾ തൂക്കുന്ന സ്റ്റേഡിയത്തിൽ വരുമ്പോൾ നമ്മുടെ അമാലുകൾ തൂക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിക്കുന്നു. നമ്മുടെ പൊന്നു മക്കൾ ഈ ദുനിയാവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക എന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഞാനിത് ചെയ്തിട്ടില്ലല്ലോ, ചെയ്യാത്ത കാര്യമൊക്കെ അള്ളാഹു തൂക്കുന്നല്ലോ എന്നിങ്ങനെ അത്ഭുത പരതന്ത്രനായിരിക്കുന്ന ആ വ്യക്തിയെ നോക്കിയിട്ട് അള്ളാഹു പറയും, നീ എന്തറിഞ്ഞിരിക്കുന്നു? നിന്റെ സാലിഹ്യങ്ങളായ മക്കൾ, നീ പ്രസവിച്ച, നീ വളർത്തിയ, നീ ഊട്ടിയ, ഞാൻ നിനക്ക് ദാനമായി നൽകിയ മക്കൾ എന്റെ വരുതിയിൽ നീ വളർത്തിക്കൊണ്ട് എന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവരെ വളർത്തിയതിന് അവര് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണിത്. അവർ നിനക്ക് വേണ്ടി എന്നോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമാ. പൊന്നുമക്കള്, നമുക്കും എല്ലാം ഇല്ലേ 3, 5, 6 മക്കൾ, 2 മക്കൾ എന്തായാലും ഉണ്ട്, ഒരാളെങ്കിലും ഇല്ലാത്തത് വളരെ കുറവല്ല. ഇനി ഇല്ലാത്തവരൊന്നും വിഷമിക്കണ്ട കേട്ടാ, അതിനൊക്കെ വേറെ കൂലികളുണ്ട്. ഇനി ബാക്കി അള്ളാഹു തന്ന ബന്ധങ്ങളിലുള്ള മക്കളെയൊക്കെ പോറ്റിക്കും, അതിനൊക്കെ കൂലിയാ. അതുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യം ജീവിതം നന്നാക്കണം. അള്ളാഹു പറയുകയാണ്, അള്ളാഹു മുഅ്മിനീങ്ങളിൽ നിന്ന് അവരുടെ ശരീരവും ധനവും വിലക്കെടുത്തിരിക്കുകയാണ്. കരാർ എന്താണ്? പകരം സ്വർഗം തരാമെന്ന്. അപ്പൊ ഇങ്ങനെ ആ കരാർ ചെയ്ത വ്യക്തികളോട് തൊട്ടടുത്ത ആയത്തിൽ പറയുകയാണ്, നിങ്ങളുടെ ഈ സ്വർഗത്തിലേക്ക് വരുന്നതിന് വേണ്ടി പറയും നിങ്ങളുടെ ശരീരവും ധനവും വിലക്കെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ശരീരം കൊണ്ടും ധനം കൊണ്ടൊക്കെ ചില പണിയൊക്കെ ചെയ്യണം. നിങ്ങളുടെ ശരീരം കൊണ്ട് ചെയ്യേണ്ട, മനസ്സുകൊണ്ട് ചെയ്യേണ്ട പണിയെ കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാമെന്ന് അടുത്ത ആയത്ത്. ഞാൻ നിങ്ങളുമായിട്ട് കൂട്ടുകൂടുമ്പോ, ഈ നിഷ്കാത്തിലെ ആളുകളായിട്ട് കൂട്ടുകൂടുമ്പോ ആദ്യം എടുത്ത ക്ലാസ് ഇതാ. അത്താഇബൂന ആബിദൂന ഹാമിദൂന സായിബൂന റാക്കിഊന സാജിദൂന ആമിറൂന ബിൽ മഅറൂഫ് വന്നാഹൂന അനിൽ മുൻകർ വൽ ഹാഫിളൂന ലിഹുദൂദില്ലാഹ് വബശ്ശിരിൽ മുഅ്മിനീൻ. തഹജ്ജുദ് നിസ്കാരത്തിൽ ഓതി കരഞ്ഞോ എല്ലാരും? ആയത്ത് നമ്പർ പറഞ്ഞുതരാം. 111, 112 തൗബ സൂറത്ത്. ഇനി അതെല്ലാം തഹജ്ജുദിനെ പറ്റിയില്ലെങ്കിൽ ഇശാ നമസ്കാരത്തിൽ ഓതി കരഞ്ഞോ? അതിന് പറ്റിയില്ലേ സുബഹിക്ക് വേണമെങ്കിൽ ഓതാം. അള്ളാഹ് പറയുകയാണ്, ഈ 5-6 കൂട്ടം അമല് ചെയ്താൽ സ്വർഗം തരാന്ന്. ഒരു 9 അമൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള, ഇതൊക്കെ ഒന്ന് എഴുതി വെച്ചേക്കണം. റമളാൻ മാസമാകുമ്പം അള്ളാഹുടെ കുറെ ഇഷ്ടങ്ങൾ ഖുർആൻ കൊണ്ട് തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും, നമ്മള് റമളാൻ മാസം ഇനി എന്തൊക്കെ ചെയ്യാനിരിക്കും? ചട്ടിപ്പത്തിരി കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിനേക്കാളും നല്ല നല്ല ടിഫിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി റെഡി ആയിരിക്കുക. നമുക്ക് വേറിട്ടൊന്ന് ചിന്തിച്ച് നല്ല നല്ല ടിഫിനുകൾ, നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ അള്ളാഹുവിന് വേണ്ടി കാഴ്ചവെക്കാൻ, അള്ളാഹുവിനെ സൽക്കരിക്കാൻ, അള്ളാഹിനെ കാഴ്ചവെക്കാൻ നമുക്ക് ഇതിനകത്ത് 9 അമല്. അത്താഇബൂന ആബിദൂന ഹാമിദൂന. അത്താഇബൂന വെച്ചാൽ നിരന്തരം തൗബ ചെയ്യുന്നവർ. കഴിഞ്ഞ കൽപ്പം നമ്മൾ മുഅ്മിനീങ്ങളാണ്, മുത്തഖീങ്ങളാണ്, അത്യാവശ്യം മര്യാദക്കാരാണ്. നമ്മുടെ വയസ്സ് ചിലപ്പോൾ 48 50നോട് നമ്മൾ അടുക്കുന്നുണ്ടാകും. പക്ഷേ അഹങ്കാരത്തിന്റെ, വാശിയുടെ, ദേഷ്യത്തിന്റെ, കോപത്തിന്റെ, ബഹുദൈവ ആരാധനയുടെ മക്കാമിലും ജാറങ്ങളിലും പോയ ഒരു കാലഘട്ടം നമുക്കുണ്ടായേക്കാം. അപ്പൊ അതൊക്കെ ഓർക്കുമ്പോ സഹോദരിമാരെ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ഖലീഫ ഉമർ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച് പിന്നെ മദീനയില് നീതിമാനായ ഭരണാധികാരിയായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെയും അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാല ജീവിതത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യദീനുമായ മുഹമ്മദ് നബി മക്കയിൽ ഉണ്ടായ 3 വർഷക്കാലം ധിക്കരിച്ച് നടന്ന ആ കാലഘട്ടത്തെ ഓർത്തുകൊണ്ട് അദ്ദേഹം കരയുമായിരുന്നു. അപ്പോ നിരന്തരം തൗബ ചെയ്യുന്നു. അപ്പൊ നമ്മളൊക്കെ ഇപ്പം തൗഹീദിന്റെ മാർഗത്തിലേക്ക് വന്നപ്പോൾ നല്ല രീതിയിൽ ഇപ്പൊ നമ്മൾ ഓക്കെ ആണെന്ന് പറഞ്ഞ് കരയാതെ ഒന്നും ഇരിക്കരുത്. ഓർക്കുമ്പം കഴിഞ്ഞു പോയ ക്വാളിറ്റി ഇല്ലാത്ത നിസ്കാരം നിസ്കരിച്ചവരാണ് നമ്മൾ, തഖ്വ ബോധമൊന്നും ഇല്ലാതെ
പിന്നെ അതുപോലെ തന്നെ ഓരോരോ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആരുടെത്തും തെറ്റിന് ലിസ്റ്റ് ഒന്നും പറയണ്ട. സ്നേഹാനിധിയായ നാഥനോടെല്ലാം ഒന്ന് പറഞ്ഞ റബ്ബേ അള്ളാഹുവേ ഇങ്ങനെയൊക്കെ ചെയ്തു പോയി എല്ലാം നീ മാപ്പാക്കണേ. അതാണ് ഈ ആയത്തിൽ ഒന്നാമതായിട്ട് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഒരു വിഭവം. ആവർത്തിച്ച് തൗബ ചെയ്യുന്നവർ. അടുത്തത് പറയുന്ന ആബിദൂന, ഇബാദത്ത് ചെയ്യുന്നവർ, ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നവർ, ആരാധനകളിൽ ഏർപ്പെടുന്നു. ഫഇദാ ഫറഗത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഒന്നിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊരു നല്ല കാര്യം ചെയ്യുന്നവർ, നല്ല വർത്തമാനം പറയുന്നവർ. ആരെ കണ്ടാലും അള്ളാഹുവിനെ പറ്റി പറയണം. ഏത് സദസ്സായിക്കൊള്ളട്ടെ, സന്ദർഭവും സാഹചര്യവും ഒക്കെ നോക്കി മടുപ്പും മുഷിപ്പും ഒന്നും വരാത്ത ഒരു കല്യാണ വീട്ടിലേക്ക് പോത്തില്ലേ, ഒരു 11:30-12 മണി ദുഹർ നിസ്കരിച്ചിട്ടാണ് ഞാനും നിങ്ങളും കല്യാണം പോകാൻ വരെ നിസ്കരിച്ച പഠിച്ചവൻ ഇന്ന് കല്യാണ സദസ്സിൽ നിന്റെ മാർഗത്തിലേക്ക് ഒരു 2 ആളെങ്കിലും കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയാൽ ആ കല്യാണത്തിന് പോയത് ഈ ഒരു ആബിദൂന, ഇബാദത്ത്, ആരാധനാ കർമ്മത്തിൽ ഏർപ്പെടും. അള്ളാഹ് ആരെങ്കിലും കൊണ്ടൊന്ന് മുമ്പിൽ എത്തിച്ചു തരും. അവരെ പറ്റി പറഞ്ഞ ക്ലാസ്സിലേക്ക് ക്ഷണിക്കണം, ഇതേ ക്ലാസ്സിൽ ജോയിൻ ആയിക്കോ എന്ന് പറയണം. അല്ലെങ്കിൽ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് ആണ് അതിലേക്കൊക്കെ വിളിക്കണം. കാരണം എന്താ, നമ്മൾ അവരോട് സംസാരിക്കാൻ തുടങ്ങുമ്പോ തന്നെ വമൻ അഹ്സനു ഖൗലം മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹ് പറയാണ് ഇവനേക്കാൾ നല്ല വർത്തമാനം പറയുന്നവൻ വേറെ ആരുണ്ട്? ഖൗലം മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ജനങ്ങളെ വിളിക്കുന്നവളേക്കാൾ നല്ല വർത്തമാനം പറയുന്നവർ ആരുണ്ട്? ഇത് തന്നെ നമുക്ക് എന്തൊരു പ്രോത്സാഹനമാണ് അള്ളാഹ്. അപ്പൊ ഇങ്ങനെ ആബിദൂന എന്ന് പറയുമ്പോ ഇബാദത്ത് എല്ലാത്തിലും ഇൻക്ലൂഡഡാ, എല്ലാ കർമ്മങ്ങളും. രണ്ടാമത്തെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള വിഭവം അതാണ്. ഇനി ഹാമിദൂന, സ്തുതി കർമ്മങ്ങൾ. അള്ളാഹുവിന് ഇഷ്ടംപോലെ സ്തുതിക്കണം എപ്പോഴും. നമുക്ക് എത്ര നേരം സ്തുതിച്ചാലും മതി വരില്ല അള്ളാഹിനെ ഓർത്താല്, അല്ലെ? വവജദക ളാല്ലൻ ഫഹദാ വവജദക ആഇലൻ ഫഅഗ്ന. എന്നാലോചിക്ക്, ഈ 2 ആയത്ത് ഓർത്താ കരയാത്ത ആരാ? ലലാലിയത്തിൽ പോയിട്ട് ഞാൻ നിന്നെ ഹിദായത്തിന്റെ മാർഗത്തിലോട്ട് കൊണ്ടുവന്നില്ലേ? ഹയ്യിൽ കയ്യുമായി എന്നെ വിട്ട്, ഉറക്കവും ഇല്ല, തളർച്ചയില്ല, മയക്കവും ഇല്ലാത്ത എന്നെ വിട്ടിട്ട് ഉറങ്ങിക്കിടക്കുന്ന ആളുകളുടെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചില്ലേ, ദുആ ചെയ്തില്ലേ ജാറങ്ങളിൽ? അവിടെ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു കൊണ്ടുവന്ന് ഏകനായ എന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ദുആ ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചു തന്നില്ലേ? ഇത് ഏറ്റവും വലിയ അനുഗ്രഹം. അങ്ങനെ എന്തെല്ലാം നല്ല നല്ല മക്കള്. നമ്മുടെ മക്കൾ എന്ത് നല്ല മക്കളാണ്. നിങ്ങളുടെ എല്ലാം മക്കളല്ലേ. നമ്മളെ ഉമ്മാന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഉമ്മച്ചിന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷമല്ലേ സഹോദരിമാരെ? എത്ര പേരാ വിളി കേൾക്കാൻ പറ്റാത്തവരുള്ളത്? അള്ളാഹുവിനെ സ്തുതിക്കുക. ഭർത്താവിൽ നിന്ന് എല്ലാവർക്കും സന്തോഷം കിട്ടുന്നില്ലേ സഹോദരിമാരെ? നമ്മുടെ ഭർത്താക്കന്മാര് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വ്യവഹാരത്തിനോടി രാവിലെ പുറപ്പെട്ട്, രാവിലെ നിങ്ങൾ പറഞ്ഞതാ വൈകുന്നേരം വരുമ്പോ ഇച്ചിരി അനാറ് കൊണ്ട് തരണേ, അല്ലെങ്കിൽ പറയുകയാണ് ഇച്ചിരി പിസ്ത എനിക്ക് കൊണ്ട് തരണേ. അവർ ഒരുപാട് കാര്യങ്ങൾക്ക് ഓടിയിട്ട് തിരക്ക് പിടിച്ച് വരുമ്പോഴും ആ കയ്യിൽ അത് രണ്ടും കൊണ്ട് വരികയാണ് വൈകുന്നേരം വരുമ്പോ. ആരെ ഓർത്തിട്ടാ? നിങ്ങളെ ഓർത്തിട്ട്. കൊണ്ടുവന്ന പാടെ അയാളാണോ പൊതിയഴിച്ചത് എടുത്ത് വാരിത്തിന്? അല്ല, നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ കഴിക്കുമ്പോൾ നിർവൃതിയോടെ നോക്കുന്നു. ഇത് ഭയങ്കര ഇഷ്ടമാണ് അല്ലെ? എന്തെങ്കിലുമൊക്കെ ഒരു ജോക്കും പറഞ്ഞ് നമ്മളെ ഊട്ടുന്നു. അങ്ങനെ അനുഭവിക്കുമ്പോൾ, അത് മാവ് കൊണ്ട് കഴിക്കുമ്പോൾ ഹൃദയം കൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്നെ ഇങ്ങനെ പരിഗണിക്കുന്ന ഒരു ഭർത്താവിന് എനിക്ക് തന്ന റബ്ബെ. ഹാമിദൂന, സ്തുതിക്കുന്നവർ. സ്തുതി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് വരെ സുഖമായിട്ട് കിടന്ന പാടെ ഉറങ്ങാൻ പറ്റുന്നു. റാഹത്തായിട്ട് ഉറങ്ങിയിട്ട് ആരോ വിളിച്ചുണർത്തിയ പോലെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാം, പരസഹായം കൂടാതെ, മിഷന്റെ ഒന്നും സഹായം കൂടാതെ, മരുന്നിന്റെ സഹായം കൂടാതെ തനിയെ എണീക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഹാമിദൂന, സ്തുതിക്കണം അല്ലാഹുവിനെ. റാഹത്തായിട്ട് എത്ര പേരാണ് ഒന്ന് ഉറങ്ങിയാ മതി. ഞാൻ കോഴിക്കോട് കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കാൻ വരുന്ന സമയത്ത് ഒരു സ്ത്രീ മാനന്തവാടിയിൽ നിന്ന് ഡോക്ടർ കമാൽ പാഷയുടെ അടുത്തിട്ട് വന്നിട്ട് പറയാണ്, ഡോക്ടറെ എനിക്കുള്ളത് എല്ലാം തരാൻ ഡോക്ടർ, എന്റെ ഈ ഒരു വർഷത്തെ സാലറി മൊത്തം താങ്കൾക്ക് തരാൻ, എനിക്കൊരു 2 മണിക്കൂറെങ്കിലും രാത്രി ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ ഉറങ്ങിയാ മതിയായിരുന്നു. എത്ര നാളായി ഞാനൊന്ന് ഉറങ്ങിയിട്ട്. സഹോദരിമാരെ, സുഖമായിട്ടാണ് നമ്മളൊക്കെ ഉറങ്ങുന്നത്. അപ്പോൾ ഈ മൂന്നാമത്തെ വ്യൂഹം ഹാമിദൂന, സ്തുതി അർപ്പിക്കുന്ന, ഹംദ് അർപ്പിക്കുന്നവർ. ധാരാളം ഹംദ് അർപ്പിക്കുക. ചൊല്ലിയിട്ട് അവസാനം വല്ലക്കൽ ഹംദ് ഹത്താ തർളാ, അതാ നീ എന്നെ തൃപ്തിപ്പെടുവോളം ഞാൻ നിന്നെ സ്തുതി. അള്ളാഹ്ക്ക് എന്തൊരു ഇഷ്ടമാണെന്ന് അറിയാവോ അങ്ങനെയുള്ള ആളുകളെ? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളാണ്. ഇങ്ങനെ ഒരുപാട് കാര്യം അതിനകത്താണ്. സായിഹൂന, നോമ്പ് നോക്കുന്നവർ. അത് ഇൻഷാ അല്ലാഹ് ഇനി ഇപ്പൊ അടുത്ത ഇസ്ലാംകാരൻ നോമ്പിന്റെ വിഷയം പറയുന്നത്. ഇനി വരാൻ പോകുന്ന നാളുകൾക്ക് നോമ്പിനെ പറ്റി ചർച്ച ചെയ്യാം. അതിന്റെ അപ്പുറം കണ്ട റാക്കി ഊന സാജിദൂന, റുക്കൂ ചെയ്യുന്നവർ, സുജൂദ് ചെയ്യുന്നവർ. ഇതെല്ലാം
നല്ല നിലക്കുള്ളതാകണം. വെറുതെ ഒരു റുക്കു ആകരുത്. നാളെ മഹ്ശറയില് അള്ളാഹുവിന്റെ ലിഖാഹ് കാണുമ്പോ പിന്നെ വിശ്വാസിനികൾ സാഷ്ടാംഗത്തിലേക്ക് വീഴുന്ന, ദുനിയാവിൽ റുക്കുവും സുജൂദും മര്യാദയ്ക്ക് ചെയ്യാത്തവർ ഒട്ടകത്തിന്റെ മൂഞ്ഞു പോലെ ഇങ്ങനെ വില്ല് പോലെ നിൽക്കുന്ന, താഴോട്ട് പോത്തില്ല. അപ്പൊ ആ റുക്കൂ ചെയ്യുമ്പോ ഹൃദയം ഒന്ന് വിധേയപ്പെടണം അള്ളാഹുവിന്റെ ദർബാറിന്, ആ രാജധാനിയുടെ മുമ്പിൽ, ആ മഹാശക്തിയുടെ മുമ്പിൽ, മഹാരാജാവിന്റെ മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവിന്റെ മുമ്പിൽ ഞാനിതായി കുനിഞ്ഞു നിൽക്കുകയാണ് എന്ന നിലക്ക് കുനിഞ്ഞു നിന്നിട്ട്, റബ്ബേ ഞാൻ നിന്നെ വാഴ്ത്തുന്നു, എന്റെ സകലതും ഇതാ സമർപ്പിച്ചുകൊണ്ട് ഞാൻ സുജൂദ് ചെയ്യുന്നു. ദേ അള്ളാഹു ഇഷ്ടപ്പെട്ട വിഭവമായിട്ട് സൂറത്തും തൗബയിൽ അല്ലാഹ് പറയുകയാണ്, സാജിദൂന റാക്കിഊന, റുക്കൂ ചെയ്യുന്നവർ, സുജൂദ് ചെയ്യുന്നവർ എന്നൊക്കെ. ഇങ്ങനെയൊക്കെയുള്ള നല്ല അമലുകളല്ല. അതുപോലെ തന്നെ ആമിറൂന ബിൽ മഅറൂഫ്, നന്മ സ്വയം ചെയ്തിട്ട് മറ്റുള്ളവർക്ക് നന്മയെ പ്രകാശിപ്പിക്കുന്ന, മറ്റുള്ളവരിലും നന്മ ചൊരിഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്നവർ. അത് ഇഹലോക പരലോക എന്ത് നന്മയുമാകാം, എന്ത് നന്മയുമാകാം. സഹോദരിമാരെ, നമ്മള് ആത്മീയ ജ്ഞാനം പറഞ്ഞു കൊടുക്കണം, ഭൗതിക ജ്ഞാനം പറഞ്ഞു കൊടുക്കണം, നമുക്കുള്ളൊരു നേട്ടം പറഞ്ഞു കൊടുക്കണം. ഇതെല്ലാം നന്മ കൽപ്പിക്കുന്നവരാ, നന്മ പ്രകാശനം ചെയ്യുന്നവരിൽ പെടും. എനിക്കൊരു ഓർമ്മയുണ്ട്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സമാന്തര പ്രോഗ്രഷൻ, സമഗുണിത പ്രോഗ്രഷൻ പ്രോഗ്രഷന്റെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ പഠിച്ചിട്ട് ഒരു വിധത്തിൽ മനസ്സിലാകുന്നില്ല. അപ്പൊ എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീ അവരുടെ മോളെ നന്നായിട്ട് പഠിപ്പിക്കുന്നു. ആ പെണ്ണാണ് പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകാത്ത ആളാ. പക്ഷെ ആ കൊച്ചിനെ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാൻ എനിക്ക് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തരുവാന്ന് വെച്ചു. പറഞ്ഞു, എനിക്ക് വലിയ പിടുത്തമില്ല ഇത്, എനിക്കിത് വല്ലാണ്ട് അവർക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ പറഞ്ഞു തരുന്നില്ല. അങ്ങനത്തെ ഒരു മനസ്സ് നമുക്ക് വെക്കാൻ പാടില്ല. അങ്ങ് ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുള്ളതുകൊണ്ടാണ്. ഒരു 2 അയൽവാസികൾ അടുത്തെടുത്ത്, അപ്പൊ ഒരു പാവപ്പെട്ട നല്ല സ്നേഹമുള്ള അയൽവാസി അവർക്ക് കിട്ടിയ റോസാ ചെടിയുടെ എല്ലാ ബിറ്റ് ഇപ്പുറത്തെ അയൽവാസിക്ക് കൊടുത്തു. ഇപ്പുറത്തെ അയൽവാസിയുടെ വീട്ടിൽ ധാരാളം പൂ പിടിക്കുന്നു. കൊടുത്ത ആളുടെ വീട്ടിൽ ആ ഫസ്റ്റ് പൂ പിടിച്ചതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ 2 വീട്ടുകാരെ കാണാൻ ഞാൻ ഈ ദൈവത്തിന്റെ ഫീൽഡിൽ പോയിട്ടുള്ള. അപ്പൊ ഈ ഇപ്പുറത്തെ വീട്ടിലെ ആള് പറയുന്നത്, ഞാൻ ചേച്ചി നിങ്ങളുടെ വീട്ടിൽ നന്നായിട്ട് പൂ പിടിച്ചു. അതേ മോളെ, റോസാപ്പൂവിൽ ഇങ്ങനെ അങ്ങനെ എന്താ ചായച്ചണ്ടിയും അത് ഇത് കുറെ സംഭവങ്ങളൊക്കെ പറഞ്ഞു, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഒഴിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഇത് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പോയേ. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല പറയുക. കണ്ട, ഇതൊന്നും ആമിറൂന ബിൽ റൂഫിൽ ഇതെല്ലാം പെടും. ഒന്ന് പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞ് എന്തെങ്കിലും നഷ്ടമുണ്ടോ? മനുഷ്യന്മാർ ഇത്ര സങ്കുചിതമാകുന്ന ആൾക്കാർ, പെണ്ണുങ്ങൾ അങ്ങനെ ആകുന്ന, അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ നന്മ പ്രകാശിപ്പിക്കണം. എന്ത് ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ എന്ത് കാര്യമാണെങ്കിലും അറിഞ്ഞത്. ഇപ്പൊ തന്നെ കൊളസ്ട്രോളായിട്ട് വന്നിരിക്കുന്ന നിങ്ങൾക്ക് കിട്ടിയ അറിവ്, ഒരു തണ്ട് പുതിന, ഒരു തണ്ട് മല്ലിച്ചീര, ഒരു തണ്ട് കറിവേപ്പ്, കൂട്ടത്തിൽ 5-6 തഴുതാമ ഇലയും കൂടി ഇട്ട് 1/4 മുറി പിന്നെ നാരങ്ങ നീരും കൂടെ ജ്യൂസ് അടിച്ച് നന്നായിട്ട് അടിച്ചിട്ട് അരിപ്പക്ക് അരിച്ചുമുട്ട് കുടിച്ചാൽ, ആഴ്ച ഒരു ദിവസം കുടിച്ചാൽ മോശം കൊളസ്ട്രോൾ എല്ലാം ഗുഡ് ബൈ പറയും. ഇത് നിങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 10 പേരോട് പറയണം. അപ്പോൾ ആമിറൂന ബിൽ മഅറൂഫ് അതിൽപ്പെടും. ഇത് ഭൗതികമായ വിഷയമാണ്. പക്ഷെ നമ്മൾ ആത്യന്തികമായിട്ടും അള്ളാഹുമായിട്ട് പിണങ്ങി കഴിയുന്ന, അള്ളാഹുമായിട്ട് അകന്നു കഴിയുന്ന ആൾക്കാരോട് സ്നേഹത്തോടെ ചെന്ന്, അള്ളാഹുവിന്റെ ശത്രുവായി കഴിയുന്ന, അള്ളാഹുമായിട്ട് പിണങ്ങി കഴിയുന്നവരെ അള്ളാഹുമായിട്ട് ഇണക്കത്തിലാക്കണം. അള്ളാഹുവിന്റെ ശത്രുക്കളെ അള്ളാഹുവിന്റെ മിത്രങ്ങളാക്കുന്ന പണിയൊക്കെ ചെയ്താണ് പറഞ്ഞാൽ അള്ളാഹ്ക്ക് അത് ഇഷ്ടപ്പെട്ട വിഭവമാണ്. നമുക്ക് കൂട്ടത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഇൻഷാ അല്ലാഹ് പരിപാടി ചെയ്യാം. വന്നാഹൂനാനിൽ മുൻകർ, തിന്മയിൽ നിന്ന് മാറി നിൽക്കുകയും തിന്മ കണ്ട പ്രതിരോധിക്കുകയും ചെയ്യുന്നവർ. വൽ ഹാഫിളൂന ലി ഹുദൂദില്ലാഹ്, അള്ളാഹു നിശ്ചയിച്ച അതിർത്തിയുണ്ട്, അതിർത്തി ലംഘിക്കാത്തവർ. ഇത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു അമല. ഓരോ കാര്യം ഇന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിർത്തി ലംഘിക്കരുത്. ഒരു ഇന്ന മൂമിനി അദ്ദുന്യ സിജ്നും വൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ദുനിയാവ് സിജ്നാണ്, ജയിലാണ്. ജയിൽവാസികൾക്ക് ഇന്ന സ്ഥലത്ത് പോകാൻ പാടില്ല, ഇന്ന ചെയ്യാൻ പാടില്ല, കുറെ നിബന്ധനകളൊക്കെ ഉണ്ട്. അതുപോലെ മുഅ്മിനീങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ അനുവദിച്ചിട്ടുള്ള, പലിശ എടുക്കല്ലേ, 7 മഹാപാപങ്ങൾ അതിർത്തി വെച്ചിരിക്കുക, അതിലോട്ടൊന്നും പോകരുതെന്ന്. പക്ഷെ നമ്മൾ ദുഷ്ടരായ മനുഷ്യര് അള്ളാഹുവിന്റെ അതിർത്തിയൊക്കെ ലംഘിച്ച് ഓടും. നമ്മൾ അതിലേക്ക് കയറിപ്പോവും. എന്നിട്ട് അള്ളാഹിനെ പഴിചാരും. അള്ളാഹ് അങ്ങനത്തെ ദുഷിച്ച സ്വഭാവത്തിന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇങ്ങനെ അതിർത്തി, അള്ളാഹ് നിശ്ചയിച്ച അതിർത്തി വരമ്പിനെ കാത്തു സൂക്ഷിക്കുന്നു. ഇത്രയും പറഞ്ഞിട്ട് പറയണം, ബശ്ശിരിൽ മുഅ്മിനീൻ, ഇങ്ങനത്തെ അമലൊക്കെ ചെയ്യുന്ന ആളുകളോട് സന്തോഷ വാർത്ത അറിയിക്കുക. എന്താണ് സന്തോഷ വാർത്ത? ബി അന്ന ലഹുമുൽ ജന്ന, സ്വർഗം പകരം തരാൻ ഇത്രയൊക്കെ ചെയ്താൽ. എന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഒരു 2 സെന്റ് സ്ഥലത്ത് ഒരു 2-3 മുറിയുള്ള വീട് സ്ഥലം ഒരു ടൗണിൽ വേണമെങ്കിൽ എത്ര ലക്ഷം രൂപ കൊടുക്കണം?
ഇത്തിരി സൗകര്യം കൂടി. ഇന്നലെ ഒരു കല്യാണപ്പുരയിൽ പോയി 2 ബെഡ്റൂമും കാര്യങ്ങളൊക്കെ കൊടുത്ത് 10 ദിവസത്തേക്ക് 35 ഒരു ദിവസത്തേക്ക് 5000 രൂപ 50,000 രൂപ 10 ദിവസത്തേക്ക് കല്യാണപ്പുര കൊടുത്തിരിക്കുന്നു. അപ്പോ അള്ളാടെ സ്വർഗം വെറുതെ അങ്ങോട്ട് കിട്ടത്തൊന്നുമില്ല. ഇച്ചിരി പണിയെടുക്കണം. നമുക്ക് എല്ലാവർക്കും കൂടെ ആത്മാർത്ഥമായി പണിയെടുക്കാം. സർവശക്തനായ കരുണയുള്ള റബ്ബുൽ ആലമീൻ അതിനുള്ള മഹാ തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരിമാരെ, എല്ലാവരും നമുക്ക് എല്ലാവർക്കും നിങ്ങള് റജബിലേക്ക് കയറുമ്പോൾ നല്ല നല്ല വിഷയങ്ങളൊക്കെ എടുത്ത് വായിച്ചും പഠിച്ചും റമദാൻ എത്തിയിട്ടില്ല, മാസങ്ങൾക്ക് ഇപ്പുറം ഒരു 90 ദിവസം ഇനിയും 90 ദിവസമൊന്നും ഇല്ല ഇനി. മനസ്സിലായില്ലേ? മാർച്ച് 1 റമദാനാണ്. ഇതിപ്പോ നവംബർ തീരാനായി. ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ഒരു 90 ദിവസമുണ്ട്. നല്ല നല്ല കാര്യങ്ങളൊക്കെ ചിന്തിച്ചും ആഗ്രഹിച്ചും എല്ലാം ഇപ്പോഴേ ചെയ്തു തുടങ്ങുന്ന റമദാന് കുറച്ചും കൂടി നല്ല രീതിയിൽ അള്ളാഹുവിന് നന്മ കാണിച്ചു കൊടുക്കണമെന്നുള്ള അള്ളാഹുവിന്റെ ഭൂമിയിൽ അവന്റെ അടിമകളിൽ ഇഷ്ടമുള്ള ഹൃദയം ഏതാണെന്ന് അറിയാമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇഷ്ടമുള്ള ഹൃദയം ഇസ്ലാം മതത്തിൽ അടിയുറച്ചതും ദൃഢവിശ്വാസത്തിൽ ശുദ്ധമായതും മനുഷ്യരോടുള്ള കാരുണ്യം എങ്ങനത്തെ കാരുണ്യമാ? അള്ളാഹുവായിട്ട് പിണങ്ങി കഴിയുന്ന ആൾക്കാരെ അള്ളാഹുവായിട്ട് ഇണക്കുമ്പോ ആ മനസ്സിന് നല്ല കാരുണ്യം ഉണ്ടാകും. അള്ളാഹുവിന്റെ ശത്രുക്കളെ അള്ളാഹുവിന്റെ മിത്രങ്ങളാക്കുമ്പോൾ അവരുടെ ഹൃദയം ലോലമാകും. അപ്പോ അങ്ങനത്തെ കാരുണ്യം കാണിക്കുന്ന അള്ളാഹുവിന് ആ ഒരു കാരുണ്യം നമ്മൾ കാട്ടി അള്ളാഹുവിന് അങ്ങനെയുള്ള അടിമകളെ ഭയങ്കര ഇഷ്ടമാണ്. സഹോദരിമാരെ, ഈമാൻ നമ്മുടെ അനുഭവമാകണം. ഈമാൻ എന്ന അനുഭവമാകണം. അമലുസ്സാലിഹാത്ത് ഒരു സാക്ഷ്യപ്പെടുത്തലുമാകണം. അമലുസ്സാലിഹാത്ത് ജീവിതം സാക്ഷ്യപ്പെടുത്തണം. നിങ്ങൾ ഇവിടുന്ന് മരിച്ച്, ഞാനും നിങ്ങളും ഇവിടുന്ന് മരിച്ചു പോകുമ്പോൾ നിങ്ങളിലൂടെ എന്നിലൂടെ ഒരു കുറെ ആൾക്കാർ അള്ളാഹുവിന്റെ ലൈനിൽ നിൽക്കണം. കാരുണ്യവാന്റെ ഇഷ്ടം കണ്ടറിഞ്ഞ് ജീവിക്കാൻ തയ്യാറായി കുറച്ചുപേരെ ലൈനിൽ നിന്ന് നിർത്തിയിട്ട് വേണം ലൈനിൽ നിന്ന് നമ്മൾ മാറിക്കൊടുക്കാൻ. അപ്പോൾ ഈമാൻ അനുഭവമാകണം. അമലുസ്സാലിഹാത്ത് സാക്ഷ്യം. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആസാറഹും. സൂറത്ത് യാസീൻ നിങ്ങൾക്ക് എല്ലാം അറിയാം. അങ്ങനെ ഒരാകണം. ഒരിക്കലും കേവലം നമ്മുടെ ഈ ഒരു ശരീരം ഉണ്ടല്ലോ, മണ്ണ് തിന്നേണ്ട ഈ ശരീരം ഒരിക്കലും മായാത്ത അടയാളങ്ങൾ ബാക്കിയാക്കിക്കൊണ്ട് തിരിച്ചു പോകണം. അതാണ് ഈ ആയുസിന്റെ ലക്ഷ്യം തന്നെ. മനസ്സിലായില്ലേ? അങ്ങനെ ആകണം. നമ്മുടെ ശരീരമൊക്കെ ഈ ശരീരം കൊണ്ട് പണിയെടുത്തിട്ട് ഒരിക്കലും മായാത്ത അടയാളങ്ങളുടെ ബാക്കിയാക്കി വെക്കണം. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു കുറച്ചു കാലമല്ലേ ഈ ദുനിയാവിൽ ജീവിച്ചുള്ളൂ. സഹോദരിമാരെ, മിസ്അബ് ബിൻ ഉമൈർ എന്തെല്ലാം ബാക്കിയാക്കിയിട്ട് പോയി ഇവിടുന്ന്. എന്തൊക്കെ ബാക്കി. ഓരോരുത്തരെയും നോക്ക്, ഓരോ സഹാബി വനിതകളെ എടുത്ത് നോക്ക്. അള്ളാഹു പേരെടുത്ത് ശപിച്ച അബൂലഹബിന്റെ മകള് പോലും എന്തെല്ലാം ബാക്കിയാക്കിയിട്ട് പോയി. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് രഹസ്യമായിട്ട് അള്ളാഹുവായിട്ട് നല്ലൊരു ബന്ധം നമുക്കുണ്ടാക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പരസ്യ ജീവിതം നന്നാകുന്നത് പോലെ എന്റെയും നമ്മുടെ ഓരോരുത്തരുടെ രഹസ്യ ജീവിതം അള്ളാഹു നന്നാക്കി പെരുമാറാകട്ടെ. അർഹമുറാഹിമിനായ അള്ളാഹുവേ, നീ ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കണേ പടച്ചവനെ. നിന്നെ കണക്കില്ലാതെ സ്നേഹിച്ച്, ധാരാളം സ്നേഹിച്ച്, ഹൃദയം നിറയെ സ്നേഹിച്ചുകൊണ്ട് ജീവിതം നയിക്കാൻ നീയുമായിട്ട് എപ്പോഴും സ്വകാര്യ ദുഃഖവും സുഖവും എല്ലാം നിന്നോട് പറയുന്ന അങ്ങനെ ഒരു സ്നേഹത്തിന്റെ ഒരു ദറജയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ പടച്ചവനെ. നീയുമായിട്ടുള്ള സ്നേഹം ലഭിച്ചവരെക്കാൾ അന്തസ്സുള്ളവർ വേറെ ആരുണ്ടെന്ന ഖുർആനിന്റെ ആ പോയിന്റിൽ എത്തുമ്പോൾ, അത് ഓതുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിർവചിക്കാനൊക്കാത്തൊരു സന്തോഷം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ പാകപ്പെടുത്തണേ റഹ്മാനെ. അർഹമുറഹ്മീനായ അള്ളാഹു, ഞങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ എല്ലാവരുടെയും ഉമ്മമാർ ഒരു വലിയ സംഭവമാണ് റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ ഉമ്മമാർക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. അവരുടെ ത്യാഗനിർഭരമായ ജീവിതത്തിന് അർഹമായ പ്രതിഫലം നീ നൽകി അവർക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നത സ്ഥാനം നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ ദുനിയാവിൽ ഇണകളായി കഴിഞ്ഞതുപോലെ അവരെ നീ സ്വർഗത്തിൽ ഇണകളാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും മക്കളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും മക്കളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, നീ ഞങ്ങളെ സ്നേഹിക്കണേ പടച്ചവനെ. നിന്നെ സ്നേഹിച്ചുകൊണ്ട് ജീവിതം നയിക്കാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം ഹൈറായ കാര്യം നിന്നോട് ചോദിച്ചിട്ടുണ്ടോ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെല്ലാം ഷർറുൽ ബലായിൽ നിന്ന് അഭയം തേടിയോ അതിൽ നിന്ന് ഞങ്ങളെ ലോക മുസ്ലിങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, വരാനിരിക്കുന്ന അനുഗ്രഹ മാസങ്ങളിൽ
മികവുറ്റ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നീയുമായിട്ട് അടുപ്പം സിദ്ധിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആക്കൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് അസുഖങ്ങൾ കൊണ്ട് വലയുന്നവരുടെ അസുഖങ്ങൾക്കെല്ലാം നീ ശിഫ നൽകണേ റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.